ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും എന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അത്ഭുതങ്ങളാൽ കർത്താവ് എൻ്റെ ജീവിതത്തെ നിറയ്ക്കും. എൻ്റെ യേശു എനിക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യും. ആമേൻ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. വേഗത്തിൽ കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇച്ചിരി നമുക്കൊന്ന് താമസിച്ചെങ്കിലും വേഗത്തിൽ കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ. അന്യഭാഷാ പ്രാർത്ഥനയിൽ നിങ്ങൾ നേരത്തെ വരുന്നവർ ഞാൻ തുടങ്ങാൻ വേണ്ടി നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ്. വരുന്ന സമയത്ത് എനിക്ക് ആ മ്യൂട്ട് ആ സമയത്ത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളത് ഓൺ ചെയ്ത ടൈമിൽ എനിക്കത് പറയാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ നേരത്തെ വരുന്ന സമയത്ത് നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിച്ച് തുടങ്ങിക്കണം. നിങ്ങൾ തുടങ്ങാൻ വെയിറ്റ് ചെയ്യേണ്ട. കാര്യം നമുക്കതിൻ്റെ ലീഡിങ്ങിൻ്റെ ആ സമയത്ത് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ആരാണോ ആദ്യം വരുന്നത് വചനങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്, നന്നായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് 3 മണി എന്നുള്ളത് വെയിറ്റ് ചെയ്യേണ്ട. എപ്പോൾ സൂം ഓൺ ആക്കുന്നു അപ്പം മുതൽ അങ്ങ് പ്രാർത്ഥിച്ച് തുടങ്ങിക്കണം. ഒരു പ്രശ്നവുമില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്നല്ലോ. പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികൾക്കായി സ്തുതിക്കുന്നു. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. നമുക്ക് ഒരുമിച്ച് വേഗത്തിൽ വചനത്തിലേക്ക് തന്നെ ഞാൻ പ്രവേശിക്കുകയാണ്. നമുക്ക് മർക്കോസിന്റെ സുവിശേഷമാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ട് വരുന്നത്, ധ്യാനിച്ചു വരുന്നത്. ആ വാക്യത്തിലേക്ക് വേഗത്തിൽ പോകാം. ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ദൈവികമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ നാം തിരിച്ചറിയണം. നിങ്ങൾക്ക് വചനം കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം മുതൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്: മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എന്ന് ഉപദേശിച്ചു തുടങ്ങി. എപ്പോഴും ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കണം. പഴയ നിയമം നമുക്ക് വായിക്കുന്ന സമയത്ത് സംഹാരദൂതൻ കടന്നു പോകുന്ന വഴിയിൽ കട്ടളമേലും കുറുമടിമേലും ആ കുഞ്ഞാടിന്റെ അറക്കപ്പെട്ട രക്തമുള്ള ഒരു ഭവനത്തിന്റെ കടിഞ്ഞൂലും എന്ത് ചെയ്തിട്ടില്ല, സംഹരിച്ചില്ല. ശ്രദ്ധിച്ചോണേ, ഈ അടയാളമുള്ളതിന്റെ മേൽ സംഹാരകന് തൊടാൻ കഴിയത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, രക്തമടയാളമുള്ളിടത്ത് സംഹാരകന് തൊടാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതേ രക്തത്തിന്റെ മറവിലേക്ക് നിങ്ങൾ പോകണം. ശ്രദ്ധിച്ചോണം. അപ്പൊ യേശുക്രിസ്തു പറയുകയാണ്, മനുഷ്യപുത്രൻ പലതും സഹിക്കും, മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് യേശുക്രിസ്തു ഉപദേശിച്ചു തുടങ്ങി. ഈ വാക്ക് തുറന്നു പറഞ്ഞു, യേശു ആ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് ലീഗ യേശുവിനെ വേർപെട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ശാസിക്കുക, റിബൂക്ക്, യേശുവിനെ ശാസിക്കുകയാണ്. എന്താ ശാസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, യേശുവെ അങ്ങ് മരിക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയ, അവരുടെ മുമ്പിൽ ഒരു ഹീറോയായി യേശു നിൽക്കുക. പട്ടണത്തിൽ യേശു ഹീറോയാണ്. കാരണം അവിടെയുള്ള ആർക്കും, ഒരു രാജാവിന് പോലും ചെയ്യാൻ കഴിയാത്ത അസാധാരണമായ കാര്യങ്ങൾ യേശു ചെയ്യുകയാണ്. മരിച്ച ഡെഡ് ബോഡി ഉയർപ്പിക്കുന്നു, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുന്നു, കേൾക്കാത്തവന് കേൾവി കൊടുക്കുന്നു, മുടന്തനെ എണീപ്പിക്കുന്നു. ഭയങ്കരമായിട്ടുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാണ്, മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എന്നെ പിടിക്കും.
എന്നെ തള്ളിക്കളയും, അവരെന്നെ ക്രൂശിക്കും, അവരെന്നെ കൊല്ലും. ഇത് കേട്ട് പത്രോസിലേക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പത്രോസ് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ, ഞാനിങ്ങനെ ചിന്തിക്കുവാണ്, യേശു ക്രിസ്തുവിനെ ശാസിക്കുവാൻ തുടങ്ങി. കണ്ടോ? ഉടനെ കർത്താവ് എന്ത് ചെയ്തു? അവനോ തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാരെ കണ്ടു, പത്രോസിനെ ശാസിച്ചു. അടുത്ത വാക്ക് നോക്കിയ, സാത്താനേ എന്നെ വിട്ടുപോ. എന്റെ ചോദ്യം, നല്ല കാര്യമല്ലേ പത്രോസ് ലീഗ ചെയ്തത്? യേശുവിന്റെ മരണം അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. മൃഗീയമായ മരണം, വെറുതെ മരണമല്ല, മൃഗീയമായി യേശു കൊല്ലപ്പെടുമെന്ന് തന്നെ കർത്താവ് പറയുക. ഇത് കേട്ട് പത്രോസ് ലീഗ സഹിക്കാൻ പറ്റുന്നില്ല. പത്രോസ് ലീഗ യേശുവിനെ വേർപെട്ട് കൊണ്ടുപോയി ശാസിക്കുമ്പോൾ യേശു തിരിച്ചു പറയണം, നീ സാത്താനാന്ന് പറയുക. കണ്ടോ? എന്തുകൊണ്ട് യേശു അത് പറഞ്ഞു? കാരണം യേശു മരിക്കണമെന്നുള്ളതും ഇങ്ങനെ മുറിവേൽക്കണമെന്നുള്ളതും ഇങ്ങനെ തകർക്കണമെന്നുള്ളതും ദൈവത്തിന്റെ പദ്ധതിയാണ്. കാര്യം ഈ രക്തം ഒരു ഉടമ്പടിയാണ്. അതാണ് യേശു പറഞ്ഞത്, ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. നമുക്കിത് പ്രൊട്ടക്ഷന്റെ രക്തമാണ്. പൈശാചിക ശക്തികളോ ലോകത്തിന്റെ ശക്തികളോ ഒന്നും നിങ്ങളെ തൊടാതിരിപ്പാൻ യേശുവിന്റെ രക്തത്തിന്റെ മറവിലേക്ക് പോകണമെങ്കിൽ യേശുവിന്റെ രക്തം ഭൂമിയിൽ ചൊരിയണം. അപ്പൊ ഈ ക്രൂശ് ഇതിനെതിരെ പറഞ്ഞപ്പോൾ ഉടനെ പത്രോസ് ലീഹായിനെ യേശു ക്രിസ്തു വിളിച്ചത് സഹോദര എന്നല്ല, സാത്താനെ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റെതത്രേ കരുതുന്നത്. കണ്ടോ? മാനുഷികമായിട്ട് സംസാരിക്കുക. അടുത്ത വാക്യത്തിൽ യേശു പറയുന്നു, പിന്നെ പുരുഷാരത്തോട് തന്റെ ശിഷ്യന്മാരെ അരികെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച്, വാക്കുകൊണ്ടോ, തന്നെത്താൻ ത്യജിച്ച് എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കും. പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കുന്നത് യേശുവിന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്ന് പറയുമ്പോൾ, പണ്ട് നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ ഒരു വചനവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ വഴിയത്തില്ല. നമ്മൾ പൊതുവേ കേട്ടിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പം പല ആൾക്കാരും പറയാറുണ്ടല്ലേ, യേശുവിന്റെ ക്രൂശ് എടുക്കുക അനുഗമിക്കുക എന്ന് പറഞ്ഞ കട്ടതയും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുക, യേശു ക്രൂശ് എടുത്തതുപോലെ നടക്കുക. ചില ആൾക്കാർ യേശുവിന്റെ ക്രൂശും ഉണ്ടാക്കി അതും പിടിച്ചു നടക്കുന്നവരുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, കർത്താവ് അവിടെ സംസാരിക്കുന്ന കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ തന്നെത്താൻ ത്യജിക്കുക. നോക്കിയ വാക്ക് കണ്ടോ? തന്നെത്താൻ ത്യജിച്ച് എൻ്റെ ക്രൂശ് എടുത്ത് എന്ത് ചെയ്യണം? എന്നെ അനുഗമിക്കണം. അപ്പൊ യേശു ക്രിസ്തു പറയുകയാണ്, എൻ്റെ ക്രൂശ് എടുത്ത് എന്ത് ചെയ്യണം? ഒരു വ്യക്തി എന്നെ അനുഗമിക്കണം. അപ്പൊ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നമുക്ക് ഈ വാക്ക് നോക്കിയോണം, കൊരിന്ത്യർക്കെഴുതിയ എഫേസ്യ ലേഖനത്തിലേക്ക് ഒരു വാക്യമുണ്ട്, ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചതല്ലോ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക. ഇതാണ് തന്നെത്താൻ ത്യജിക്കുക എന്ന് പറയുന്നത്. ഇനി 2 കൊരിന്ത്യർ 5-ാം വാക്യത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ജഡപ്രകാരം, 16-ാം വാക്യമാണ്, ജഡപ്രകാരം ഇന്നു മുതൽ ആരെയും അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അറിയുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. കണ്ടോ? പഴയത്. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ വാക്ക് നോക്കിക്കേ, പഴയ മനുഷ്യൻ. ഇതാണ് മർക്കോസിൽ പറഞ്ഞേക്കുന്നത്, തന്നെത്താൻ ത്യജിക്കുക. തന്നെത്താൻ ത്യജിച്ച് എന്ത് ചെയ്യണം? ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. നോക്കിക്കേ, തന്നെത്താൻ ത്യജിച്ച്. അപ്പൊ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നമുക്ക് യേശുക്രിസ്തുവിന്റെ ഗൊൽഗോത്ത മലയിൽ പോയി അന്ന് യേശുവിനെ ക്രൂശിച്ച ആ ക്രൂശ് എടുത്തുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാ ദിവസവും നടക്കണം. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ ചില ആൾക്കാർ പറയും, യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചു, അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? ക്രൂശ് എടുക്കണം. ആ കഷ്ടങ്ങൾ നമ്മളും എന്ത് ചെയ്യണം? ഏറ്റെടുക്കണമെന്ന് പലരും പൊണിക്കുന്ന കൂടുതലും ആൾക്കാരും ആ വാക്കാരും കേട്ടിരിക്കുന്നത്. നിങ്ങൾ ഏതാ കേട്ടിരിക്കുന്നത്? അതില് യേശുവിന്റെ ക്രൂശ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പൊതുവെ കേട്ടിരിക്കുന്നത് സഹനം. യേശു ക്രൂശ് എടുത്തുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? ഈ ക്രൂശ് എടുത്തുകൊണ്ട് അപ്പൊ നമ്മൾ ഓർക്കും നമ്മുടെ വീട്ടിൽ മുഴുവൻ പ്രശ്നമാണ്, കുടുംബത്തിൽ വിഷയം, എല്ലാം എന്താ പറയുക, നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഉടനെ ഒരാൾ വന്നിട്ട് പറയണം, കണ്ടോ യേശുവിന്റെ ക്രൂശ്, കണ്ടോ? ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന, ശരി അല്ല പ്രിയരെ, യേശു ക്രൂശ് എടുത്തത് ഞാൻ ക്രൂശ് എടുക്കാതിരിക്കാൻ. അപ്പൊ ഈ വാക്കെന്തുവാ? ഈ ക്രൂശ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മരണത്തെ കാണിക്കുന്നു. ഞാൻ തന്നെത്താൻ ത്യജിക്കുന്നു. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ സ്നാനത്തെ പറ്റി പഠിക്കുന്ന സമയത്ത് അവിടെ കണ്ടിട്ടുണ്ടല്ലേ, കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും യേശുവിന്റെ മരണത്തിൽ പങ്കാളിയായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ?
അപ്പൊ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ, നോക്കിക്കേ, യേശുക്രിസ്തുവിനോട് ചേരുവാൻ, നോക്കി 3-ാം വാക്യം 6:3, ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും യേശുവിന്റെ മരണത്തിൽ പങ്കാളി. അപ്പൊ യേശു എവിടെ വെച്ചാ മരിച്ചതെന്ന് പറ. യേശു മരിച്ചത് എവിടെ വെച്ചാ? വഴി വെച്ചാണോ? കണ്ടോ? അപ്പൊ യേശുവിന്റെ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞത് എന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രൂശിനോട് നിങ്ങൾ അനുരൂപരാകണം സ്നാനത്തോടുകൂടെ. യേശുവിന്റെ ക്രൂശ് മരണത്തിലേക്ക് നാം പങ്കാളിയാകുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ തന്നെത്താൻ ത്യജിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ സ്നാന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ റോമാലേഖനം 6:4 പറയുന്നു, നാം അവന്റെ മരണത്തിൽ പങ്കാളിയാകുന്നു. ഞാൻ ചോദിച്ചോട്ടെ, മരണത്തിൽ പങ്കാളിയാകുക എന്ന് പറഞ്ഞാൽ 2 കൊരിന്ത്യർ പറഞ്ഞിരിക്കുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്നു. എഫേസ്യർ 4 പറയുന്നു പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുന്നു. എങ്ങനെ? മരണത്തോട് അനുരൂപരാകുമ്പോൾ. ഹല്ലേലൂയ. നോക്കിക്കേ, മരണത്തോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവന്റെ മരണത്തോട് പങ്കാളിയാകുന്നു. നമുക്കറിയാം, നമ്മൾ മരണത്തിന് പോകാറുണ്ട് അല്ലേ? ശവാടക്കിന് നമ്മൾ പോകാറുണ്ട്. ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും പോയി അവിടെ മരണത്തിന് പങ്കാളിയാകാൻ പറ്റുമോ? നമുക്ക് ആർക്കെങ്കിലും മരിച്ചിടക്കുന്ന ആളുമായിട്ട് പങ്കിടാൻ പറ്റുമോ? പങ്കാളിയാകാൻ പറ്റുമോ? നമുക്ക് ഇല്ല. നമുക്ക് മരണാനന്തര ചടങ്ങിൽ പോകാൻ പറ്റും, അവിടെ സംബന്ധിക്കാൻ പറ്റും, അവരുമായിട്ട് നമുക്ക് ആ ദുഃഖത്തിൽ പങ്കുചേരാൻ പറ്റും. പക്ഷെ അവര് പങ്കാളിയാകാൻ പറ്റത്തില്ല. അങ്ങനെ പങ്കുചേരണമെങ്കിൽ 2 പേരും മരിക്കണം. ഇതാണ് യേശു പറഞ്ഞത്, എന്റെ ക്രൂശ് എടുക്കണം, തന്നെത്താൻ ത്യജിക്കുക. ഇവിടെ അതിന്റെ അർത്ഥം ക്രൂശ് എടുത്ത് യേശുവിന്റെ കൂടെ സ്നാനത്തോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഞാൻ ചോദിച്ചോട്ടെ, ജീവിച്ചിരിക്കുന്ന ആളെ ആരെങ്കിലും കുഴിച്ചിടാൻ വേണ്ടി പോവാ? പറ. നമ്മുടെ ഉള്ളത്തിൽ ഇത് പതിയട്ടെ. ഇല്ല. കുഴിച്ചിടുന്ന ആരെയാ കുഴിച്ചിടുന്ന നമ്മള്? അപ്പൊ സ്നാനപ്പെടുന്നവരെ കുഴിച്ചിടുന്നതിന്റെ അർത്ഥം എന്തുവാ? സ്നാനപ്പെടുമ്പോ കുഴിച്ചിടുന്നതിന്റെ അർത്ഥം എന്തുവാ? കണ്ടോ? അപ്പൊ അതാണ് മർക്കോസിൽ പറയുന്നത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ശ്രമിച്ചാൽ എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയുക. ഇപ്പൊ മനസ്സിലായോ? ജീവനെ അപ്പൊ നമ്മുടെ അർത്ഥം എന്തുവാ? യേശുവിനോട് ചേരണമെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്നാണോ? ഇവിടെ പറയുകയാണ്, ജീവനെ രക്ഷിക്കാൻ നോക്കരുത്, കളയണം, അതിനെ കളയണം. കണ്ടോ? ആരെങ്കിലും എന്റെ സുവിശേഷ നിമിത്തം എന്റെ ജീവനെ കളഞ്ഞാൽ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പറഞ്ഞ രക്തസാക്ഷികളെ പറ്റി അല്ല പറഞ്ഞേക്കുന്നത്. പകരം ആരെങ്കിലും എന്റെ സുവിശേഷത്തിന്റെ നിമിത്തം എന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. അടുത്തത് സുവിശേഷ നിമിത്തം നമ്മൾ കളയുമ്പോൾ അവിടെ രക്ഷയുണ്ടോ? രക്ഷ എന്നുള്ള വാക്കുണ്ടോ? രക്ഷിക്കും. ഇതാണ് റോമർ 10 പറഞ്ഞ, യേശുവിനെ കർത്താവ് എന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. ആമേൻ. അടുത്ത വാക്യം, ഇവിടെ നമ്മൾ പലപ്പോഴും ഈ വാക്യം നമ്മൾ മിക്ക പള്ളിയുടെയും കോൺവെന്റുകളുടെ ഒക്കെ മതിലേ കാണുന്നുണ്ട് അല്ലേ? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്തു പ്രയോജനം? കണ്ടോ? അപ്പൊ ഈ ഭൂമിയിൽ എന്തൊക്കെ നേടിയാലും രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, യേശുവിനോട് കൂടെ ചേർന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. നിങ്ങൾ പറയും, ബ്രദറെ ഞാൻ ഒറ്റ പ്രാർത്ഥനയും മുടക്കിയിട്ടില്ല ബ്രദറെ. അയ്യോ, എന്റെ ഫോണിൽ ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ ബ്രദർമാരുടെയും നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എല്ലാ ഉപവാസ പ്രാർത്ഥനയിലും പങ്കുചേരും. എന്റെ ചോദ്യം, യേശുവിന്റെ കൂടെ മരിച്ചോ? നിങ്ങൾ മരിച്ചോ? എന്താ മരിച്ചോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം, സ്നാനപ്പെട്ടില്ല എങ്കിൽ സർവ്വലോകവും നേടിയിട്ടും കാര്യമില്ല. എന്നാൽ അത്ഭുതം നടക്കും. സ്നാനപ്പെട്ടില്ലെങ്കിൽ സൗഖ്യമാകത്തില്ല, സൗഖ്യമാകും. സ്നാനപ്പെട്ടില്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ വിടുതൽ ഉണ്ടാകും. സ്നാനപ്പെട്ടില്ലെങ്കിൽ ബ്രദറെ എന്റെ വിഷയത്തിൽ ഞാൻ ഭാരപ്പെടും, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. പക്ഷേ സംഹാരകൻ വരുമ്പോൾ പെട്ടുപോകും. മുദ്ര രക്തത്തിന്റെ മറവിൽ കയറിയില്ല എങ്കിൽ സാത്താന് നിങ്ങളുടെ മേൽ ആക്സസ് ഉണ്ട്. മനസ്സിലായോ? അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ നടക്കുമ്പോൾ തന്നെ നമ്മൾ സെക്യൂർ ആകണമെങ്കിൽ, ഞാനത് പറഞ്ഞുതരാം. എഫേസ്യ ലേഖനം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു. അടുത്ത വാക്യം, നിങ്ങളുടെ ഉള്ളത്തിൽ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ചു. കണ്ടോ? സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. ഇവനെ സാത്താന് തൊടാൻ പറ്റത്തില്ലേ? പുതിയ മനുഷ്യനെ. ഇതാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമുക്കൊരു പുതിയ മനുഷ്യനെ കിട്ടും യേശുവിൽ.
അടുത്ത വാക്യത്തിൽ പറയുന്നു, അകൽ ഭോഷ്ക് ഉപേക്ഷിച്ച് വേർത്ത് നന്നല കൂട്ടുകാരനെ സത്യത്തെ സംസാരിച്ച് തമ്മിൽ അവയവങ്ങളല്ലോ. അടുത്ത വാക്യം, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പാൻ സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ കോപം വെച്ചോണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. കണ്ടോ, അപ്പൊ ഇടം കൊടുക്കരുത്. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. തെറ്റുകൾ സംഭവിച്ചാൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടണം, ദൈവം സഹായിക്കും. എന്നാൽ ഇനി രക്ഷയിലേക്ക് വരാത്തൊരു വ്യക്തിയുടെ മേൽ ഇടമുണ്ട് പിശാചിന്. കണ്ടോ, ഇടമുണ്ട്. ഇനി ഞാൻ പറഞ്ഞു തരാം. ഒരു വ്യക്തിയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഒരു ഭൂതം ഉണ്ടെന്നിരിക്കട്ടെ. ഒരു വ്യക്തിയുടെ മേൽ ഒരു ദുരാത്മാവുണ്ട്. ആ വ്യക്തി രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല. എന്നാ അവരോട് പറയാ, ഒരു ദിവസം ഒരു പ്രാർത്ഥനയ്ക്ക് വന്നു, ബ്രദർ എൻ്റെ ജീവിതത്തിൽ വലിയ വിഷയമാണ്, ഏതൊക്കെയോ വിഷയമുണ്ട്. അപ്പൊ തൊട്ട് കഴിഞ്ഞപ്പോഴേക്കും പിശാച് ഇളകി, ദുരാത്മാവ് ഇളകി ആ വ്യക്തിയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോയി. ഇയാൾ ഫ്രീ ആയി. ഇനി രോഗസൗഖ്യമാണെങ്കിൽ രോഗസൗഖ്യം, വിടുതലാണെങ്കിൽ വിടുതൽ, മാനസികമായിട്ട് എന്താണോ പുള്ളിക്ക് വിടുതലുണ്ടായി. ഈ ഭൂതം പോയതിനു ശേഷം ഇത് പിന്നെയും കയറും. നോക്കി, യേശു പറഞ്ഞാൽ ഒരുവന്റെ മേൽ നിന്ന് പിശാചിനെ പുറത്താക്കിയാൽ അത് എന്ത് അന്വേഷിച്ച് നടക്കുന്നത്? നമ്മൾ ഇന്നാളെ പറഞ്ഞായിരുന്ന വാക്കും, എന്ത് അന്വേഷിച്ച് നടക്കും? നീരുള്ള പ്രദേശം നോക്കി നടക്കും. അപ്പൊ നിങ്ങള് ഭൂതമൊക്കെ പോയിട്ട് രക്ഷിക്കപ്പെട്ട് യേശുവിനോട് കൂടെ ചേർന്നില്ല എങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നറിയാവോ? അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് തന്നേക്കാൾ ബലമുള്ള ഏഴെണ്ണത്തിന് കണ്ടോ നിങ്ങൾക്ക് അറിയാം വചനം. ആമേൻ. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് പുതിയ മനുഷ്യനാണെങ്കിൽ കേറാൻ പറ്റത്തില്ല. ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ മനുഷ്യനാണെങ്കിൽ പിന്നെയും വന്ന് കയറി 7 ഭൂതമായിട്ട് വരുവാൻ. അവന്റെ സ്ഥിതി ബാക്കി അറിയാവോ? അവന്റെ സ്ഥിതി ഓയ്യോ, തീർന്നു. അവന്റെ ഗതി പിന്നെ തകർക്കും അവൻ. എന്നാൽ പുതിയ സൃഷ്ടിയായാൽ അവിടെ നമുക്കൊരു ഗുണമുണ്ട്. ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് യേശു പറഞ്ഞത്, ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കണം. ഹല്ലേലൂയ. എന്നാൽ പല ആൾക്കാരും പറയും, ബ്രദറെ ഞാൻ പ്രാർത്ഥനയൊക്കെ മുടങ്ങാതെ പോയതുകൊണ്ട്, പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, രക്ഷാവാചകം ഏറ്റു പറഞ്ഞിട്ടുണ്ട്, എന്നാൽ യേശുവിലേക്ക് ഞാൻ വന്നിട്ടില്ല. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെയാണ് രക്ഷയുടെ പ്രാധാന്യം. അത്ഭുതങ്ങൾ നടക്കും നിശ്ചയം യേശുവിന്റെ നാമത്തിൽ. പക്ഷെ നിങ്ങൾ സെക്യൂർ അല്ല. ഹല്ലേലൂയ. പഴയ മനുഷ്യനെ ഇപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുക. സ്നാനപ്പെടുമ്പോൾ പഴയ മനുഷ്യൻ ത്യജിച്ചു കളയുന്നു, ഉരിഞ്ഞു കളയുന്നു. കണ്ടോ, ഇപ്പൊ പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളഞ്ഞു എന്ന് ബ്രദറെ എങ്ങനെ അറിയാൻ പറ്റും? കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. പകരം നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ പറ്റും? ആത്മാവിന്റെ പുതുക്കം നമ്മളിൽ ഉണ്ടാവും. ഓ ജീസസ്. അതായത് ഇവിടെ നിങ്ങൾ വാക്ക് നോക്കിക്ക്, യേശു പറയുന്നു, പിന്നെ അവൻ പുരുഷാരത്തോട് ശിഷ്യന്മാരരികെ നിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചത്. അപ്പൊ എന്നെ അനുഗമിക്കുക, യേശുവിനെ ഫോളോ ചെയ്യുക. യോഹന്നാൻ 10:10 പറയുന്നു, എന്റെ ആടുകൾ എന്ന് നമ്മളെ വിളിക്കും തമ്പുരാൻ. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. നമ്മൾ എപ്പോഴും പറയുന്നല്ലേ, ഞാൻ അവയെ അറിയും, അവ എന്നെ അനുഗമിക്കും, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കും, ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുക ഇല്ല. ശ്രദ്ധിച്ച്. അപ്പൊ നമ്മൾ യേശുവിന്റെ കരത്തിലേക്ക് കയറുവാണ്. നോക്കിക്കേ, യേശു പറഞ്ഞ വാക്ക് നോക്കി, യോഹന്നാന്റെ സുവിശേഷം 10-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്ന വാക്ക് കണ്ടോ? ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്തതുപോലെ എനിക്കുള്ളവയെ ഞാൻ അറിയുന്നുണ്ട്. എനിക്കുള്ളവ. അപ്പൊ ഒരു വേർതിരിവ് കണ്ടോ നിങ്ങൾ? യേശുക്രിസ്തു പറയുന്നൊരു വേർതിരിവ് കണ്ടോ? എനിക്കുള്ളവ. ഹല്ലേലൂയ. അപ്പൊ എനിക്കുള്ളവ എന്നൊരു പദം വന്നാൽ അതിന്റെ അർത്ഥം നിങ്ങളും മറ്റൊരു രക്ഷിക്കപ്പെടാത്ത വ്യക്തിയും രക്ഷിക്കപ്പെട്ട വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. യേശുവിലേക്ക് വരുന്ന വ്യക്തിയെ യേശു പറയുന്നത് എനിക്കുള്ളവ. അപ്പൊ നമ്മൾ ഈ സ്നാനപ്പെടുക, രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിക്കും, ഓ ബ്രദറെ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളാ, ഓക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ 7 ഭൂതമായിട്ട് സാത്താൻ വരുമ്പോൾ നിങ്ങൾക്ക് ഡോറ് തുറന്നു കിടക്കുക. പഴയ മനുഷ്യൻ വിളിച്ചു കയറ്റി നിങ്ങളെ, ഇങ്ങോട്ട് വാ സാത്താനെ, ഈ വ്യക്തി അങ്ങ് നശിപ്പിച്ചേക്കാം. എന്നാൽ പുതിയ സൃഷ്ടിയെ തൊടാൻ കഴിയത്തില്ല. കാര്യം യേശു പറഞ്ഞ അവ എനിക്കുള്ളവ, എന്റേതാണ്. കണ്ടോ, അഡ്രസ് ചെയ്യുന്നോണ്ട് യേശു. ഹല്ലേലൂയ.
യോഹന്നാൻ 10:26 പറഞ്ഞു, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ. അപ്പൊ ആടുകളുടെ കൂട്ടത്തിൽ ഇല്ലാത്തവർ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. വാക്കുണ്ടോ? അനുഗമിക്കുക. ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കുക. ആ വാക്ക് തന്നെയല്ലേ? അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. പലപ്പോഴും ഈ രക്ഷിക്കപ്പെടാത്ത വിശ്വാസികൾ, ഞാൻ പലപ്പോഴും, നിങ്ങളിപ്പം യേശുവിലേക്ക് വന്നു, നിങ്ങൾ പറയും, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു ദൈവഹിതം പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ഇണയില്ലാപ്പിയുടെ കൂടെ ഇരുന്ന് ബൈബിളിൽ പലയിടത്ത് വാക്കി, നിങ്ങൾ ചിലപ്പം യേശു ക്രിസ്തുവിനെ അറിയാത്ത മറ്റൊരു വിശ്വാസത്തിലോ മറ്റൊരു ഇതിലോ പോകുന്നതായിരിക്കും. ഇപ്പം ഉദാഹരണമായിട്ട് ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ദൈവഹിതം വെളിപ്പെട്ട് വരുന്നത് ദൈവഹിതപ്രകാരമുള്ള ഒരു വിഷയത്തിൻ്റെ അകത്തായിരിക്കും. ഞാൻ എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയത്തില്ലെങ്കിലും ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് പറയാം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. സാത്താനെ ആരാധിക്കുന്ന ആളാന്ന് വിചാരിച്ചു. സാത്താൻ ആരാധിക്കുന്ന ആളാ. ഞാൻ ഒരു ദേവദാസനെ പരിചയപ്പെടും, അദ്ദേഹം ഒരു പ്രവാചകനാണ്. ഞാൻ പോയി ചോദിക്കുക, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ വല്ലാത്തൊരു സ്ട്രഗിളിൽ നിൽക്കുക, അപ്പം എനിക്കൊരു വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു നിന്ന കാര്യം നടക്കണം, ദൈവത്തിൻ്റെ ഹിതം എന്നാന്ന് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ചു. ദൈവഹിതം വെളിപ്പെട്ടെന്നിരിക്കട്ടെ, ഓർത്തോണേ, നിങ്ങൾക്ക് ഒരിക്കലും അതിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. ഒന്ന്, ദൈവഹിതം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകത്തില്ല. ദൈവഹിതം എപ്പോഴും വെളിപ്പെടുന്നത് ദൈവത്തിലേക്ക് വരുന്നവർക്ക് വേണ്ടിയാ. ആണോ അല്ലയോ? ഞാൻ സാത്താനെ ആരാധിച്ചുകൊണ്ടിരിക്കുക, ഒരു ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാം, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടെന്ന് പറഞ്ഞ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുക, എനിക്കൊരു പെണ്ണ് വേണം, നല്ലൊരു ഇത് വേണം, ബൈബിളിൽ പറഞ്ഞുള്ളൂ തക്ക തുണയെ തമ്പുരാൻ തരുമെന്ന്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ വചനം പുള്ളി പറഞ്ഞില്ലേ? ഞാൻ പോയിട്ട് പറയാം തക്ക തുണ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെല്ലും. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, യേശുവിലേക്ക് വന്നിട്ടില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവഹിതം വെളിപ്പെടത്തില്ല. അഥവാ ഒരു കാര്യം വെളിപ്പെട്ടാൽ നിങ്ങൾ ദൈവഹിതത്തിലേക്ക് വരാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുക. അതിലേക്ക് വരാതെ പ്രോമിസ് വർക്കാകത്തില്ല. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ഇപ്പൊ എന്റെ വൈഫിന്റെ പേര് അൻസുവാ. ഇപ്പൊ അൻസു എന്ന് വെളിപ്പെട്ടെന്നിരിക്കട്ടെ, ഒരാൾ പ്രാർത്ഥിക്കുക, അൻസു ദൈവം ഒരുക്കുന്ന അൻസുവാണ്. പക്ഷേ ഇതിലേക്ക് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? യേശുവിലേക്ക് ആദ്യം വരണം. കണ്ടോ? യേശുവിലേക്ക് വരാതെ ദൈവഹിതം നിങ്ങളുടെ മേൽ ആക്റ്റീവ് ആകത്തില്ല. ആമേൻ. ദൈവഹിതം എപ്പോഴും പ്രവർത്തിക്കുന്നത് ദൈവത്തിലൂടെയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കണം. അപ്പോൾ വീണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ ദൈവം? നീതിമാനും ദുഷ്ടനും ദൈവം ഒരേപോലെ മഴ കൊഴിക്കുമെന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുമെങ്കിലും അടുത്ത വാക്യത്തിൽ പിന്നെ പറയാം, എൻ്റെ ആടുകൾ എന്ന് അഡ്രസ് ചെയ്യുക. അതാണ് നാം രക്ഷിക്കപ്പെടണമെന്നും ഞാൻ എപ്പോഴും പറഞ്ഞത്, ഞാനിത് പറഞ്ഞില്ല എങ്കിൽ ഞാൻ കുറ്റക്കാരനായി മാറും പ്രിയരെ. ഞാനിത് കൊണ്ട് പറയുന്നൊന്നുമില്ല, രക്ഷിക്കപ്പെടണമെന്നും സ്നാനപ്പെടണമെന്നും പറഞ്ഞു നിങ്ങൾ ഓടിയോ യേശു അത്ഭുതം ചെയ്തൊക്കെ പറഞ്ഞു, നിങ്ങൾ അത്ഭുതം കിട്ടും. യേശു അത്ഭുതം ചെയ്യും. യേശു നിങ്ങൾക്ക് വേണ്ടി, യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടെ ബൈബിളിൽ പറഞ്ഞുകൊണ്ട് സ്നാനം വരുന്നതിന് മുമ്പ് തന്നെ ദൈവപ്രവൃത്തി മരിച്ചവർ വരെ ഉയർക്കുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂടെ വരാത്ത ആൾ പോലും യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്യുന്നുണ്ട്. പക്ഷേ സെക്യൂർ അല്ല. എന്തിനാ സെക്യൂർ ആണെന്ന് ഞാൻ പറഞ്ഞു തരാം. അവസാനം ഞാൻ പ്രാർത്ഥിക്കാവേ. നമ്മളിപ്പോൾ പോകുന്ന ഈ ക്ലൈമറ്റ് ഒക്കെ മാറും. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ കേരളത്തിലൊക്കെ പണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടുകൊണ്ട് വന്ന സുവിശേഷ വിരോധികളായിട്ടുള്ള ആൾക്കാർ ഇപ്പം കേരളത്തിലും തുടങ്ങി. നമ്മൾ ക്രിസ്മസിന്റെ സമയത്തൊക്കെ കണ്ടല്ലേ, ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടും ഇപ്പൊ നമ്മൾ ഒത്തിരി വാർത്തകൾ, ഇതൊക്കെ രൂക്ഷമാകും. നിങ്ങൾ എന്തു ചെയ്യും? സോഷ്യൽ മീഡിയ നിങ്ങൾ കമന്റ് ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നിയമം അവർക്ക് അനുകൂലമാകും, സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാകും. നിങ്ങൾ എന്തു ചെയ്യും? അവിടെ ദൂതന്മാര് പോലും പ്രവർത്തിക്കണമെങ്കിൽ, അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആക്സസ് വേണമെങ്കിൽ പുതിയ മനുഷ്യനുമായിട്ട് അവർ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടോ? ദൂതന്മാർ വന്ന് നോക്കുമ്പോൾ നിങ്ങൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല നിൽക്കുക. നിങ്ങൾ ദൈവത്തെ മാമോനെ ഒരേപോലെ സേവിക്കുക. പഴയ മനുഷ്യൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, അവന്റെ പ്രവൃത്തി അവിടെ തന്നെയുണ്ട്. പിശാച് പറയും, ദൂത അവിടെ നിൽക്കി, ഞാൻ കയറട്ടെ, എനിക്ക് വഴി അവിടെയുണ്ട്. എനിക്ക് പൗലോസ് പറഞ്ഞ വാക്കുണ്ടോ? പിശാചിന് ഇടം കൊടുക്കരുത്. ആ വാക്കുണ്ടോ? പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പൊ അവൻ ഇടം കേറും. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? കോപിച്ചാൽ നമുക്ക് ദേഷ്യമൊക്കെ വരും. ദേഷ്യം വന്നിട്ട് വൈരാഗ്യം അകത്ത് വെക്കരുത്, ഏറ്റു പറയണം ദൈവസന്നിധിയിൽ. ഇല്ലെങ്കിലും എന്ത് ചെയ്യും? പിശാച് വന്ന് കയറും. ബദർ, എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല ബദർ, എനിക്ക് ഭയങ്കര ദേഷ്യവാ, ഞാൻ ജന്മത്തിൽ മിണ്ടത്തില്ല. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ജന്മത്തിൽ പിശാച് മാറത്തില്ല. കണ്ടോ?
കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുവോളം കോപിച്ചോണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. കണ്ടോ, ഇടം കൊടുക്കരുത്. ഏറ്റു പറഞ്ഞാൽ മതി, കർത്താവേ മനസ്സുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്, പക്ഷെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആ വ്യക്തി എന്നെ കണ്ടാൽ ചിരിച്ചില്ലെങ്കിൽ ഞാൻ ചിരിക്കും. കാര്യം എന്താണെന്നറിയാവോ? എനിക്ക് അനുഗ്രഹിക്കപ്പെടണം. പിശാചിന് ഇടം കൊടുക്കത്തില്ല. തീരുമാനം നമ്മുടേതായിരിക്കണം. അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത് കളിതമാശയല്ല. പകരം സംഹാര ദൂതന്റെ എന്താ പറയുന്നത്, തകർച്ച ഭവനത്തിൽ കയറാതിരിപ്പാൻ പല ആൾക്കാരും ഇത് സഭയിൽ ചേരാൻ വേണ്ടിയുള്ള ലൈസൻസ് ആക്കി മാറ്റിയത് ഇത്രയും പ്രശ്നമായത്. പഠിപ്പിച്ച് അവസാനം സഭയെ വരണോ സ്നാനപ്പെടോ എന്നുള്ള ചിന്ത വന്നു. സഭയെ വരാൻ വേണ്ടിയുള്ള ലൈസൻസ് അല്ല സ്നാനം, സ്നാനപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാ സഭ. അവരെ ബലപ്പെടുത്താനുള്ള സ്ഥലമാണ് സഭ, അല്ലാതെ അവിടെ കയറാനുള്ള ലൈസൻസ് അല്ല. ആർക്കും സഭയിൽ വരാം, ആർക്കും വചനം പഠിക്കാം, ആർക്കും കൂട്ടായ്മയിൽ വരാം, ഏത് പള്ളിയിലും പോകാം, എവിടെയും പോകാം. പക്ഷേ യേശുവിലേക്ക് വരിക എന്ന് പറയുന്നത് വീണ്ടും ജനനമാണ്. അതാണ് യേശു പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ ഒരുവൻ എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. ഇപ്പൊ മനസ്സിലായോ? ഓ ജീസസ്. അപ്പൊ ഈ ക്രൂശ് എടുക്കാതെ നിങ്ങൾ സെക്യൂർ അല്ല, സൂക്ഷിക്കണം. ബ്രദറെ, ഞാൻ ഇന്നലെയും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അത്ഭുതം കിട്ടിയതാ ബ്രദറെ. ഇന്നലെയും കൂടെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു രോഗി സൗഖ്യമായതാ. എനിക്കും അത്ഭുതം കിട്ടി, എൻ്റെ കരത്തിലൂടെ ഒത്തിരി പേര് സൗഖ്യമായി. ഇപ്പൊ ഞാൻ പ്രവചിക്കുന്നുമുണ്ട്, ഭയങ്കര സംഭവമാ. പക്ഷെ ഒരു കാര്യം ഓർത്തവാണെ, സെക്യൂർ അല്ല. പക്ഷെ ബ്രദറെ, ഞാൻ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നല്ലോ, ഇപ്പോഴും പഴയ മനുഷ്യനകത്തുണ്ടോ? നിങ്ങൾക്ക് പിശാചിന് നിങ്ങളുടെ മേൽ ആക്സസ് ഉണ്ട്. ഞാൻ പിശാചിനെ ഉയർത്തുമല്ല. ഇവിടെ കൊരിന്ത്യർക്ക് ഇത് ലേഖനം പറയുന്നു, ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യൻ, ചതിമോഹങ്ങളാൽ വഷള. അപ്പൊ ഇനിയും ഈ പഴയ മനുഷ്യൻ നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ചതിമോഹങ്ങളാൽ വഷളായി പോകുവാൻ സാധ്യതയുണ്ട്. നോക്കിക്കേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഞാൻ പൗലോസ്ലീഹ പറയും, ജഡപ്രകാരം ഞാൻ യേശുവിനെ അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, യേശുവിനെ പറ്റി അവർ പറയുന്നുണ്ടല്ലോ, ഇത് നമ്മുടെ മാതാവിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാന്റെ ഒക്കെ സഹോദരനായ യേശു അല്ലേ എന്ന് പറയുമ്പോൾ യേശുവിന് ദേഷ്യം വന്നു. അവരുടെ അവിശ്വാസം ഒന്ന് അത്ഭുതം ചെയ്തില്ല. യേശു ലോകത്തിലൊരു അഡ്രസ്സിൽ അറിയുവാൻ ആഗ്രഹിക്കുന്നില്ല. പൗലോസ് പറയുകയാണ്, ഞാൻ ജഡപ്രകാരം യേശുവിനെ എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ചോദിക്കുക യേശു ആരാന്ന് ചോദിച്ചാൽ ഉടനെ പൗലോസ്ലീഹ പറയുക, യെരുശലേം പിയോ ഇസ്രായേൽ എന്ന്, ബെത്ലഹേം എന്ന് യേശു പൗലോസ് പറയത്തില്ല. മനസ്സിലായോ? പൗലോസ്ലീഹ ആരാ യേശു? ഉടനെ കെയർ ഓഫ്, ഇന്ന സ്ഥലം, ബെത്ലഹേം, നസ്രത്ത്, പിയോ, ഇസ്രായേൽ എന്ന് പൗലോസ് പറയത്തില്ല. ഞാൻ ജഡപ്രകാരം യേശുവിനെ അറിയുന്നില്ല. യേശു ആത്മീയമാണ്, സ്പിരിച്വൽ ബോണാണ്, ആത്മസന്തതിയാണ്. ഞാനും അങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മതമോ ജാതിയോ ഒന്നുമില്ല. പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണെന്ന് ബൈബിളിൽ പറയുന്നു. വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെടണം. ഇല്ല എങ്കിൽ പിശാചിന് നിങ്ങളുടെ മേലെ ഇടവുണ്ട്. ശ്രദ്ധിച്ചോണേ. ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുവിലേക്ക് വരുന്ന സമയത്ത് യേശു ഇങ്ങനെയുള്ളവരെയാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. അത്ഭുതങ്ങളിലും നമ്മൾ പലപ്പോഴും പ്രസംഗത്തില്ലേ, ആ നാളിൽ ഞാൻ അവരെ അറിയുന്നില്ല എന്ന് പറയും. കണ്ടോ, ഒരുവൻ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്യുന്നു, ഭയങ്കര സംഭവം ചെയ്യുന്നു, ഉടനെ കർത്താവിന്റെ ശിഷ്യന്മാർ പറയും, കർത്താവെ ഞങ്ങൾ അവനെ വിളിച്ചോൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ താല്പര്യമൊന്നുമില്ല, എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഇടത്തൊന്നുമില്ല, ഭയങ്കര വിഷയം പറഞ്ഞത്, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഭയങ്കര വീട്ടിൽ പ്രശ്നമുള്ളവരെ പറ്റിയല്ല ഞാൻ ഈ പറഞ്ഞത്. സാഹചര്യം ഉണ്ടായിട്ട് ചിലർ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, സാഹചര്യം ഉണ്ടായിട്ട് സ്നാനപ്പെടത്തില്ല, സാഹചര്യം ഉണ്ടായിട്ട് ചിലർ എന്ത് ചെയ്യത്തില്ല, തീരുമാനം എടുക്കത്തില്ല, ഇങ്ങനെ തെന്നി നടക്കും. അവരെപ്പറ്റി ആ വ്യക്തി ഇങ്ങനെ അത്ഭുതം ചെയ്യുക, ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, വാ നമുക്ക് ഒരുമിച്ച് പോവാം, നീ യേശുവിന്റെ നാമത്തിൽ എന്തായാലും സൗഖ്യം നടക്കുമല്ലേ, വാ. ഉടനെ അവൻ പറഞ്ഞു, എനിക്ക് സമയമൊന്നുമില്ല, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ യേശുവിനോ, യേശുവേ അവൻ വരുന്നില്ല. കർത്താവ് ഉടനെ പറഞ്ഞു, അവൻ എന്നാ മനുഷ്യൻ എന്നല്ല പറഞ്ഞേക്കുന്നത്, അവൻ നമുക്ക് വിരോധമല്ല ഇപ്പം, പക്ഷേ അവസാന നാളിൽ ഞാൻ അവനെ അറിയത്തില്ല. കണ്ടോ, അവൻ പറയും, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഭയങ്കര അത്ഭുതം ചെയ്ത ആൾ, എന്നെ അറിയത്തില്ല കർത്താവ്. ഞാൻ പണ്ട് യെരുശലേമിൽ 100 മുടന്തനെ ഞാൻ എണീപ്പിച്ചു, 150 കുഷ്ഠരോഗിയെ ഞാൻ സൗഖ്യമാക്കി. യേശു പറയും, നീ എൻ്റെ ആടാണോ? അവൻ പറയും, ഞാൻ യേശുവിൻ്റെ ആടല്ലേ? അല്ല, എൻ്റെ ക്രൂശ് എടുത്ത് നീ എന്നെ അനുഗമിച്ചാൽ, എൻ്റെ മരണത്തോട് നീ അനുരൂപനായെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ അറിയത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലായോ? നമ്മൾ പലപ്പോഴും ഓർക്കും ഈ അത്ഭുതങ്ങൾ യേശു എതിർക്കുന്നത് കൊണ്ടല്ല.
പകരം അവൻ യേശുവിനെ അനുഗമിക്കുന്നില്ല. ഇതാണ് രക്ഷയുടെ സന്തോഷം എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയേക്കാം, പരിഹസിച്ചപ്പെട്ടേക്കാം. അതാണ് യേശു മർക്കോസിൽ പറയുന്നത്. നോക്കിക്കേ, സർവ്വലോകവും നേടിയാലും വ്യഭിചാരവും പാപവും ഉള്ള തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. കണ്ടോ, ഇപ്പം നമുക്കൊരു നാണക്കേട് നോക്കും. പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നു, സ്നാനപ്പെടുന്നൊക്കെ നാണക്കേട്. ഞങ്ങൾ ഇത്ര വലിയ സെറ്റപ്പിലൊക്കെ നിന്നിട്ട് നാണക്കേട്. പക്ഷെ ഒരു ദിവസം ഓർത്തു, യേശു വരുമ്പം അന്ന് നമുക്ക് ഓപ്ഷൻ ഇല്ല, ഇന്നേ ഓപ്ഷനുള്ളൂ. ഇന്ന് ചിലപ്പോൾ പരിഹസിക്കപ്പെട്ടേക്കാം, ഇന്ന് ചിലപ്പോൾ പ്രാർത്ഥനക്കാരെന്നൊക്കെ വിളിച്ച് നമ്മളെ പരിഹസിച്ച് ചീത്തയൊക്കെ പറഞ്ഞ് നിന്ദിച്ച് പരിഹസിച്ച് നമ്മളെ ഒറ്റപ്പെടുത്തി നാണം കെടുത്തിയാലും കർത്താവ് വരുന്ന സമയത്ത് ഈ നാണം കെടുത്തിയവരെല്ലാം തല കുനിക്കുമ്പം നിങ്ങൾ തല ഉയർത്തി നിൽക്കും. സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കും, നിത്യജീവനിലേക്ക് നമ്മൾ കയറിപ്പോകും ദൂതന്മാരോടൊപ്പം. അത് വലിയൊരു സംഭവം പ്രിയരെ. പക്ഷെ ഇവിടെയാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ യേശുവിനോട് അനുരൂപനായില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. കർത്താവ് വിശുദ്ധന്മാരുമായി വരും, കർത്താവ് നമ്മെ ചേർക്കാൻ വേണ്ടി വീണ്ടും വരും. അപ്പൊ തമ്പുരാൻ നോക്കുക, ദൈവമേ എൻ്റെ മക്കൾ എന്ത് ചെയ്യേ, എൻ്റെ ആട് എന്ത് ചെയ്യേ, എൻ്റെ നാമത്തിലാ നിന്ദിക്കപ്പെട്ടതൊക്കെ എന്ത് ചെയ്യേ, എൻ്റെ നാമത്തിലാ പരിഹാസം കേട്ട. അപ്പൊ നമ്മൾ കൈ ഉയർത്തുമ്പോൾ യേശു ഓടി നമ്മുടെ അടുക്കിലേക്ക് വരും നമ്മളെ ചേർക്കാൻ വേണ്ടി. ഇതാണ് വിശ്വാസ ജീവിതം. അപ്പൊ ഇനി മുതൽ ദൈവഹിതം ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ ചോദ്യം, രക്ഷിക്കപ്പെട്ടതാണോ? നിങ്ങളോട് സംസാരിക്കുവാൻ ഒരു ദൈവിക ആലോചന നമുക്ക് വെളിപ്പെട്ടാൽ ആ ദൈവിക ആലോചന നമ്മളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നാം ദൈവഹിതത്തിലേക്ക് വരണം. ചില സമയത്ത് വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തിയെ വരാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, ദൈവിക ആലോചന. ഇപ്പോൾ ഒരു വിശ്വാസി, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ പറ്റി ദൈവാത്മാവ് വെളിപ്പെടുത്തും. പക്ഷെ ആ വ്യക്തി ഇൻവൈറ്റ് ചെയ്യുക, അയാൾ ആ പ്രൊഫസിയിലൂടെ, ദൈവ പ്രവചനത്തിലൂടെ, ആ ദൈവ പ്രവൃത്തിയിലൂടെ, അത്ഭുതത്തിലൂടെ അയാളെ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ടും പുള്ളി ദൈവരാജ്യത്തിൽ വരുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഒരു വ്യക്തി ദൈവഹിതം ചോദിക്കുമ്പം, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ ഒരു സാധാരണ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മ നിൽക്കുമെന്ന് വിചാരിച്ചു, പിശാചിന്റെ ആരാധന. അപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം മൊത്തം ഇവരുടെ ആരാധനക്കാരെ മൊത്തം ഇവിടെ പബ്ലിക്കായിട്ട്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിൽ ഒളിച്ചു ചെയ്യുന്നത് ഇവിടെ പബ്ലിക്കായിട്ട് ചെയ്യും. സാധാരണ ആരാധിക്കുന്ന ആൾക്കാർ വലിയ സംഭവമായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ അവരുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അവരുടെ കൂടെ ഇരുന്നിട്ട് ഒരു ദൈവദാസനെ കാണുമ്പോൾ ഒരു പ്രവചിച്ച് എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞ് ദൈവഗീതം അന്വേഷിച്ചാൽ അത് വെളിപ്പെടത്തില്ല പ്രിയരെ. അഥവാ വെളിപ്പെട്ടാലും അതിൻ്റെ അർത്ഥം യേശുവിലേക്ക് വന്നാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അവിടെ നിന്നാ കിട്ടത്തില്ല. എന്നെ ഇവിടെ പറഞ്ഞോട്ടെ, അവിടെ നിന്നാ കിട്ടത്തില്ല, യേശുവിലേക്ക് വന്നാൽ കിട്ടത്തുള്ളൂ എന്ന് പറ. അപ്പൊ ദൈവഹിതം അന്വേഷിക്കുന്നവരാദ്യം ചോദിക്കണം. പലപ്പോഴും ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം, ഈ മദ്യപാനിയായി നടക്കുന്ന ഒരു തലമുറ, ഭയങ്കര മദ്യപാനിയാണ്. ഒരു മാതാവ് പ്രാർത്ഥിക്കുക, എൻ്റെ ബ്രദറെ, നല്ല ഒരു പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തിലുള്ള ഒരു മകൾ എൻ്റെ കുടുംബത്തിൽ വരാൻ വേണ്ടി ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശ്രദ്ധിച്ച്. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എൻ്റെ തലമുറ മനസ്സാന്തരപ്പെട്ട് അവൻ ദൈവത്തിലേക്ക് വന്ന് നല്ലൊരു ദൈവവേദനെ കൊടുക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കാവുള്ളൂ. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാ, ഒരു വിശ്വാസിയായ മകളെ തമ്പുരാൻ തരുന്നു. ഇല്ല, എങ്ങനെ തരും? ഞാൻ അവരുടെ ജീവിതം നശിപ്പിക്കുമല്ലേ, അവിടെ ഇണയില്ലാ പിണ കൂടുമല്ലേ. ശ്രദ്ധിച്ച്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോഴാണ് തക്ക തുണയെന്നുള്ളത് ആക്റ്റീവ് ആകുന്നത്, ഈ പ്രോമിസുകൾ ആക്റ്റീവ് ആകുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് പഴയ നിയമത്തിൽ സംഹാരകൻ എല്ലാ വീട്ടിലും കയറി വന്നു, പക്ഷേ ചില വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. കണ്ടോ? എൻ്റെ കൂടെ പറഞ്ഞ എല്ലാ വീട്ടിലും വന്നു, പക്ഷെ ചില വീട്ടിൽ കയറാൻ പറ്റത്തില്ലെന്ന് പറ. അപ്പൊ എല്ലാ വീട്ടിലും ദൂതന്മാര് പോകും, പക്ഷെ ചില വീട്ടിലേ കയറാൻ പറ്റത്തുള്ളൂ. എൻ്റെ വീട്ടിലേ കയറാൻ പറ്റത്തുള്ളൂ. ഓ ജീസസ്, എപ്പോഴും ഓർത്തോണേ, ഇതാണ് രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. ഇതാണ് സ്നാനത്തിലൂടെ നമ്മൾ ക്രൂശ് എടുത്ത്, അല്ലാതെ നമുക്കൊരു പ്രതിസന്ധി വരുമ്പോഴേക്കും തലയൊക്കെ വെച്ചിട്ട് ആരെങ്കിലും പറയും ആ യേശുവിന്റെ ക്രൂശാണ് എടുത്തോ എന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞ് ആമേൻ പറഞ്ഞ് എടുക്കരുതേ പ്രിയരെ, വലിയ പ്രശ്നത്തിലോട്ട് പോകും. ക്രൂശ് എന്താ നമ്മൾ അറിയണം. ഇതാണ് യേശു പറഞ്ഞത്, തന്നെത്താൻ ത്യജിക്കുക. ഇതാണ് അപ്പോസ്തലന്മാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കി. നമ്മൾ എത്രയോ വാക്യത്തിലൂടെ, ഞാൻ ഇത്രയും 4 വാക്യം എടുത്തുള്ളൂ, കൃപയാൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. എന്നാൽ ഇത്രയും വാക്യങ്ങൾ നമുക്കൊരു ആശയം കിട്ടിയില്ല. നിങ്ങൾക്ക്
നമ്മളോട് കുഴിച്ചിടപ്പെട്ടു. സ്നാനപ്പെടണം, മരിക്കണം. സ്നാനം എന്ന് പറഞ്ഞാൽ മരണ ശുശ്രൂഷ. എൻ്റെ കൂടെ പറ, സ്നാനം എന്ന് പറഞ്ഞാൽ മരണ ശുശ്രൂഷ എന്ന് പറ. ഇങ്ങനെ മരിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിനായി ജീവിക്കാൻ കഴിയൂ. അതാണ് യേശു പറഞ്ഞത്, ഒരുവൻ എൻ്റെ ജീവനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അവനെ കൊല്ലണം, മരിക്കണം. ഇപ്പൊ മനസ്സിലായി, തന്നെത്താൻ ത്യജിക്കണം. ഇതാണ് സ്നാനം. നോക്കിക്കേ, ഒരുവൻ ജീവനെ കളഞ്ഞാൽ അവൻ അതിനെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതാണ് പത്രോസ്ലീഗ ശാസിച്ചപ്പോ യേശു സാത്താനെ എന്ന് വിളിച്ചത്. കണ്ടോ? സാത്താനെ എന്നെ വിട്ട് പോകാൻ പറഞ്ഞു. കാര്യം വലിയ പത്രോസൊക്കെയാ, പല കീറുമാർ നന്മ കിട്ടി, ഭയങ്കര വലിയ സംഭവം, സഭയുടെ തൂണാക്കി വെച്ചിരിക്കുക. പക്ഷെ യേശു പറഞ്ഞു, ദൈവഹിതത്തിന് വിരോധമായി സംസാരിച്ചപ്പോൾ യേശു വിളിച്ചത് സാത്താനെ എന്നാണ്. സാത്താനെ എന്നെ വിട്ട് പോകാൻ പറഞ്ഞു, നീ നിന്റെ പാട്ടിന് പോകാൻ പറഞ്ഞു. കാര്യം ഞാൻ ക്രൂശിൽ മരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്, ലോകത്തിനെ രക്ഷിക്കാൻ വന്നതാണ്, എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ മക്കളെ ചേർക്കാൻ വേണ്ടി വന്നിരിക്കുക. അതിന് പദ്ധതിക്ക് വിരോധമായി പറയുന്നതെല്ലാം സാത്താനാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ നന്ദി പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരെ, യേശുവിലേക്ക് വന്നവരെ, ഇനി രക്ഷിക്കപ്പെടാത്തവരെ, നിങ്ങൾ രക്ഷിക്കപ്പെടണം. സ്നാനത്തിലൂടെ യേശുവിനോട് ചേരണം. ഇത് നിർബന്ധമാ പ്രിയരെ, ഇത് കൽപ്പനയാ പറയാം. നമുക്ക് ഒളിച്ചിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ ഇപ്പം എനിക്ക് വലിയ കുഴപ്പമോ, നാളെ ഇതൊക്കെ മാറും. ഞാൻ ഈ പല ആൾക്കാരും പറയും, ബ്രദറെ ഇപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ആരും ചിന്തിച്ചോ, ഇത്രയും പ്രശ്നങ്ങൾ ലോകത്തിലുണ്ടാകുന്നു, കോവിഡൊക്കെ വരും, നമ്മൾ ഇതൊക്കെ എപ്പോഴും ഓർത്തോണം. ലോകത്തിൽ പ്രശ്നങ്ങൾ ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ഏത് സമയത്തും സംഭവിക്കാം. ആ സമയത്ത് നമ്മളൊന്നും ചെയ്യാൻ പോകാതെ കരുതുക. ഇപ്പോഴേ കർത്താവുമായിട്ടൊരു കണക്ഷനിലേക്ക് നമ്മൾ വരിക. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതമുണ്ട് പ്രിയരെ. ഇവിടെ നമ്മൾ 100 വയസ്സ് വരെ ജീവിക്കുമായിരിക്കും, പോരാ 150 വയസ്സ് വരെ ജീവിക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ പട്ടുപോകരുത് ഇവിടെ. പക്ഷെ അന്ന് ബ്രദർ പറഞ്ഞതായിരുന്നു, അന്ന് ഞാനാണ് പിന്നെയാട്ടെ എന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ചത്. ശേ, അബദ്ധം പറ്റിപ്പോയി. അന്ന് നമുക്ക് തിരിയാൻ പറ്റത്തില്ല. ധനവാന്റെ അവസ്ഥ പോലെ നിത്യ നരകത്തിലേക്ക് നാം തള്ളപ്പെട്ടു പോകും. നമ്മൾ സ്വർഗത്തിലോട്ട് നോക്കി നിത്യജീവനിൽ കിടന്ന് അന്ന് നിങ്ങളെ പരിഹസിച്ച ആൾക്കാർ, ഈ ദുഃഖിപ്പിച്ച ആൾക്കാർ, അവരെല്ലാം യേശുവിലേക്ക് വരട്ടെ. ഇനി അഥവാ വന്നില്ലെങ്കിൽ അന്ന് പരിഹസിച്ചവർ വരട്ടെ, അവരെല്ലാവരും. ഞാൻ അങ്ങനെ പറയുന്നില്ല, എന്നാൽ പോലും അന്ന് പരിഹസിച്ച ആളുകൾ ചിലപ്പോൾ മുകളിൽ നോക്കുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ കൂടെ സ്വർഗത്തിൽ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുമ്പം താഴെ അവർ നിലവിളിക്കേണ്ടി വരും. അതുകൊണ്ട് അവരെയും കൂടെ നേടണം. ആരെങ്കിലും എതിർത്താൽ, നിങ്ങളെ കളിയാക്കിയാൽ അവരുടെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കണം, എൻ്റെ യേശുവേ ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിപ്പാനുള്ള കൃപ തരണം. ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ലൈവിലൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നവരെ ഞാൻ പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് ആ ലിങ്ക് അവിടെയുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. എൻ്റെ യേശുവേ ഒന്ന് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവേ, 24-ാം തീയതി കോട്ടയത്തും 28-ാം തീയതി കൊല്ലത്തും നമ്മുടെ പ്രാർത്ഥന നടക്കും. നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. മാർച്ച് മുതൽ ഏപ്രിൽ മാസം, മാർച്ച് അവസാനം, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, മാർച്ച് അവസാനവും ഏപ്രിൽ ആദ്യ വാരവും നമുക്കിതിനിടയിൽ ട്രിവാൻഡ്രത്തും കണ്ണൂരും പ്രാർത്ഥന വെച്ചിരിക്കുന്നു. മറ്റു സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ കണ്ണൂരിൻ്റെ ഗ്രൂപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഇല്ല എന്ന് എനിക്കില്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യും. തിരുവനന്തപുരത്ത് നമ്മൾ എത്ര പേരുടെ, നമ്മളൊരു ഹോള് കണ്ടു, കമ്മ്യൂണിറ്റി ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഹാള് കണ്ടിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. ഏകദേശം ഇന്നലെ എനിക്ക് സഹോദരങ്ങളെ പോയി അയച്ച് കണ്ടത്, ഏകദേശം എനിക്ക് വന്നത് 55,000 എൻ്റെ റെൻറ്റ് വരുമെന്നാണ് പറഞ്ഞത്. 650 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പഞ്ചായത്തിൻ്റെ എന്തോ ഒരു ഹോള്, എനിക്കത് ഫോട്ടോ അയച്ചു, പഞ്ചായത്തിൻ്റെ ഹോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അത്രയും വേണ്ടി വരുമോ ആളുകൾ? അതിനാണ് എണ്ണം ചോദിക്കുന്നത്. അത്രയും വലിയ ഹോള് വേണോ, അതോ നമ്മുടെ ആളുകളുടെ എണ്ണം? ട്രിവാൻഡ്രത്ത് എനിക്ക് ദൈവം അയക്കുന്നവർ വരട്ടെ. എങ്കിലും നമുക്കത് മുൻകൂർ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഹോള് ബുക്ക് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പം 100 പേരുടെ ഹോൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ 150 പേര് വന്നാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പം 50 പേരുടെ ഹോൾ എടുത്തു, അവിടെ 100 പേര് കയറി വന്നു, ബ്രദറെ അറിയിക്കാതെ. നിങ്ങൾ വെളിയിൽ നിൽക്കുന്നത് എനിക്ക് സങ്കടമാണ്, എനിക്ക് മാത്രമല്ല കർത്താവിനും സങ്കടമാണ്. അതുകൊണ്ട് നേരത്തെ നിങ്ങൾ എണ്ണം പറയുക. അതുകൊണ്ട് നിങ്ങളത് എന്ത് ചെയ്യുക, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ്റെ ഹോളാണ് ട്രിവാൻഡ്രത്ത് കണ്ടിരിക്കുന്നത്. അപ്പം നമുക്കത് വേണോ അത് വേണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ്. ഇന്ന് മുതൽ ട്രിവാൻഡ്രത്ത് പ്രാർത്ഥനയ്ക്ക് യൂട്യൂബിലുള്ളവരെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ശേഷം പ്രെയർ ലൈൻ്റെ നമ്പർ കാണിക്കും. ആ പ്രെയർ ലൈൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മെസ്സേജുകൾ അയക്കാമെന്നാണ്. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഗ്രൂപ്പിൽ നിങ്ങളുടെ പേരൊന്നും പറയണ്ട, എത്ര പേര് നിങ്ങൾ വരുമെന്നുള്ളത് മാത്രം പറയുക, എണ്ണം മാത്രം അതനുസരിച്ച് നമുക്ക് ക്രമീകരിക്കേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് വലിയ ആവശ്യമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹോളി സ്പിരിറ്റ്,
ജീസസ്, ജീസസ്, ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഈ സാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ മാർച്ച് മാസത്തുമായിട്ട് ബന്ധമുള്ള, സാജന്റെ ഭവനത്തിൽ മാർച്ച് മാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കണക്ഷനുള്ള കുടുംബം ഏതാണോ? സുധ സിസ്റ്റർ കണ്ണൂരിൽ ഹോൾ കണ്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞായിരുന്നു. സിസ്റ്ററെ, കണ്ണൂരുള്ളവരും ഈ ദിവസങ്ങളിൽ എത്ര പേര് കണ്ണൂരിൽ വരുന്നുണ്ടെന്നും കൂടെ പറയണം. അതനുസരിച്ച് നമുക്ക് ഹോള് ബുക്ക് ചെയ്യേണ്ടതാണ്. ഈ മാസം അവസാനത്തിൽ തന്നെ 2 ഹോളുകളും ബുക്ക് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് പറയണം, മറക്കരുത്. അതനുസരിച്ച് നമ്മൾ ഹോള് ബുക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവർ നമ്മൾ പകുതി തുക തന്നെ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഞാൻ തുക പറഞ്ഞതല്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യത്തിൽ ദൈവം നമുക്ക് ഏറ്റവും നല്ല ഹോൾ നമുക്ക് വേണം. നമുക്ക് ഏറ്റവും കുറഞ്ഞൊന്നും പറ്റത്തൊന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് ദൈവം നമുക്കൊക്കെ വേണം. രാജകീയ അഭിഷേകം കിടക്കുന്നത് ഏറ്റവും ബെസ്റ്റ്, അങ്ങനെയല്ല പറയാം, ഏറ്റവും ബെസ്റ്റ് നമുക്ക് വേണം. ഏറ്റവും നല്ല സൗണ്ട് വേണം, ഏറ്റവും നല്ല ഹോള് വേണം, ഏറ്റവും നല്ല സജ്ജീകരണങ്ങൾ വേണം, ഏറ്റവും ബെസ്റ്റ് വേണം. എപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ അങ്ങനെ പറയാറുള്ളൂ. തട്ടിയും മുട്ടിയും ജീവിക്കുന്ന നമ്മളൊന്നുമല്ല. നമ്മുടെ രാജകീയ പൗരോഹിത്യ വർഗമാണ്, രാജാവിന്റെ മക്കളാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കാവുള്ളൂ, അങ്ങനെ വിശ്വസിക്കാവുള്ളൂ, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാവുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും രാജകുടുംബത്തിലിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്ന പോലെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, പറയണം, ഏറ്റവും ബെസ്റ്റ് എനിക്ക് വേണം. ആമേൻ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഹോള് വേണം, ഏറ്റവും നല്ലത് വേണം. ദൈവമക്കൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? എണ്ണങ്ങൾ പറയണം. ആമേൻ. ഈ സാജന്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് മാസവുമായിട്ട് കണക്ഷനുള്ള ഭവനം ഏതാണോ പറഞ്ഞു? എന്തോ? എന്റെ ബ്രദറിന്റെ പേര് സാജൻ എന്നാണ്. എന്റെ വെഡിങ് ആനിവേഴ്സറി മാർച്ചിലാണ്. ഓ യേശുവേ, ഇന്ന് കർത്താവ് ഭവനത്തിന്റെ അകത്ത് ഒരു പ്രവർത്തിക്ക് വേണ്ടി ഒരുക്കുക സിസ്റ്ററെ. ഒരു സ്പിരിച്വൽ കണക്ഷൻ. സിസ്റ്റർ മരിയ സിസ്റ്റർ അല്ലേ ട്രിവാൻഡ്രം? നമുക്ക് ഹോള് സിസ്റ്ററിന്റെ കൃപയാൽ ഇന്ന് ആ ഹോളിന് വേണ്ടി കർത്താവ് ട്രിവാൻഡ്രത്ത് നമ്മുടെ പ്രയർ സ്റ്റേഷന്റെ ഹോള്, പ്രിയ സഹോദരൻ, ആ സഹോദരന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ആ സഹോദരൻ അല്ലേ? മാർച്ച് മാസത്തിൽ സിസ്റ്ററുടെ വെഡിങ് ആനിവേഴ്സറി. ഹലോ ബ്രദർ. പറഞ്ഞു. എന്റെ ഹസ്ബൻഡിന്റെ പേര് സാജൻ എന്നാണ്. എന്റെ മോന് മാസത്തിൽ ജനിച്ചതാണ്. രണ്ടുപേരും സ്വീകരിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്റെ യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ആ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ യേശുവേ, കൃപ വെളിപ്പെടട്ടെ, കൃപ വെളിപ്പെടട്ടെ. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു വീട് കർത്താവ് എന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കും. ഇപ്പൊ ഈ പറയുന്ന ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാനിങ്ങനെ ഈ ഒരു പുളി വീഴുന്ന പുളിമരം, നീണ്ട പുളി ഉണ്ടല്ലോ, നീണ്ട പുളി, ഈ പുളി ഇങ്ങനെ വീഴുന്ന ഒരു പുളിമരം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ അടുക്കൽ പോയി നിൽക്കുന്ന ഒരു പെൺകുട്ടീനെ ഞാൻ ആ കുടുംബത്തിൽ കാണുക, ഒരു ദർശനം ഞാൻ കാണുക. ഈ ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുക ആ കുടുംബത്തിന്റെ അകത്ത്. അതിൻ്റെ മേൽ അവകാശം പറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുത കരം എന്നവിടെ വെളിപ്പെടുക. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പാ. കർത്താവെ, ഞങ്ങളുടെ അത്ഭുത പ്രവൃത്തി അവിടെ വെളിപ്പെടട്ടെ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ അങ്ങ് ഉറപ്പിക്കുന്നല്ലോ, കർത്താവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കൊല്ലപ്പറമ്പിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിക്കുക. ഈ കൊല്ലപ്പറമ്പിലെ വീട്ടുപേര് ഞാൻ കാണുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ മേളിൽ ഈ സെപ്റ്റംബർ എന്നുള്ളൊരു മാസം ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുക. 1988 ജനിച്ചൊരു വ്യക്തിയെയും 88 ജനിച്ചൊരു വ്യക്തിയെയും ഞാൻ ആ കുടുംബത്തിൽ കാണുക. ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ആ കുടുംബം വിടിവിക്കപ്പെടട്ടെ. ആ കുടുംബത്തിന്റെ മേൽ ദൈവപ്രവൃത്തികൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കണക്ഷനുള്ള വ്യക്തി ആരാണോ, യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആ കുടുംബത്തിന്റെ മേൽ ദൈവികമായ സമാധാനത്തെ കർത്താവ് അയക്കുന്നു. ഇന്ന് കേട്ട വചനം ഹൃദയത്തിന്റെ ആഴത്തിൽ പതിയട്ടെ. കർത്താവ് ഇന്ന് പറഞ്ഞതുപോലെ പറഞ്ഞു. കൊല്ലപ്പറമ്പിൽ നിന്നല്ല, കൊല്ലപ്പിള്ളിയിൽ നിന്നാണ് എന്റെ വീട്ടുപേര്.
പിന്നെ കൊല്ലപ്പറമ്പ് പറമ്പെന്ന് മോള് ജനിച്ചത് 88-ലാണ്. കൊല്ലപ്പറമ്പിൽ എന്നുള്ള ഒരു വീട്ടുപേർ രജിസ്റ്റർ ഞാൻ കാണുന്നത് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണേ. ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ, ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ കൃപ വെളിപ്പെടട്ടെ. ഞാനൊരു ഭവനത്തിന്റെ ഒരു എൻട്രൻസ് എന്നെ കാണിക്കും. അതായത് കുറേ നാള് മുമ്പ് അതൊരു കുഞ്ഞു തൊണ്ടായിരുന്നു, വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നൊരു കുഞ്ഞു തൊണ്ടായിരുന്നു. ഇപ്പൊ അത് കുറേ കാലങ്ങളായിട്ട്, കുറേ നാളായിട്ട് ഒരു കാലഘട്ടം കാണിക്കും. എനിക്കറിയാവുന്ന ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ റിലേറ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അറിയാത്ത ഒരാൾക്ക് വേണ്ടി ഇത് പറയുന്നത്. എൻ്റെ മനസ്സിൽ ഈ സ്ഥലം വന്നപ്പോൾ എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട് വ്യക്തിപരമായിട്ട്. പക്ഷെ ഇത് പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്. വീടിന്റെ ഫ്രണ്ട് വശത്ത് തന്നെ ചെറിയൊരു തൊണ്ട്, നിങ്ങൾ ആ തൊണ്ടിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ അത് പൊളിച്ചു മാറ്റിയിട്ട് ആ വഴി കോൺക്രീറ്റ് ചെയ്തു. ഇപ്പോൾ അതായത് നേരത്തെ അതൊരു കുഞ്ഞു തൊണ്ടായിരുന്നു, വെള്ളച്ചാൽ ഒഴുകുന്ന. ആ ഒഴുക്ക് മാറിയിട്ട് കോൺക്രീറ്റ് കൊണ്ടൊരു റോഡാക്കി. ഇപ്പം അത് രണ്ട് സൈഡിലും ഭിത്തിയുണ്ട്. ഇപ്പം നിങ്ങൾ ആ വഴിയിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. ചില സമയങ്ങളിൽ വെള്ളം വരുന്ന സമയത്ത് ഒഴുക്കുകളുള്ള സ്ഥലം തന്നെയാണ്. നേരത്തെ ഉറവ പോലെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു തൊണ്ടായിരുന്നത്. അത് വലുതാക്കി കോൺക്രീറ്റ് ഇട്ടതാക്കി. ആ വഴിയിൽ പുറത്തുനിന്ന് ഒരാൾ വരുവാണെങ്കിൽ, ആ തൊണ്ട് വഴി വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആ വീടിരിക്കുന്നത്. അതായത് വീട്ടിലോട്ട് കയറുന്നത് ലെഫ്റ്റ് സൈഡിലൂടെ വന്നിട്ടാണ് വീടിൻ്റെ അകത്തോട്ട് കയറുന്നത്. ഞാൻ ആ വീട്ടിലൊരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് കാണിക്കുക. ഇന്ന് ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയെ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ തമ്പുരാൻ ഇങ്ങനെ പറയുക, ഒരു സർപ്പം നിന്നുകൊണ്ട് നിൽക്കുന്നൊരു കാഴ്ച ഞാൻ കാണുക. എന്നാൽ കർത്താവിൻ്റെ ദൂതന്മാർ അതിനെ എടുത്തു കൊടഞ്ഞു കളയുന്ന ഒരു കാഴ്ചയും ഞാൻ കാണുക. ഇന്ന് ആ ഭവനം യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പോവാം. ഇന്ന് ആ ഭവനം സ്വീകരിച്ചോണം, ആ കുടുംബം എന്ന് സ്വീകരിച്ചോണം. പ്രത്യേകിച്ച് തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ഓ യേശുവേ, കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൻ്റെ അകത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ആമേൻ പറഞ്ഞ് ആലോചന സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങളെ അവിടുന്ന് തന്നെ തമ്പുരാൻ മാനിച്ച് ഇന്ന് മാറ്റും. ഓ ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ നന്മ കയറട്ടെ, നന്മ കയറട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ വേർതിരിക്കുന്നു. നന്ദി കർത്താവ്, നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രവൃത്തിയോടെ വെളിപ്പെടുന്നല്ലോ. ആമേൻ, ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏറ്റെടുക്കുവാൻ വേണ്ടി മ്യൂട്ട് മാറ്റുന്നവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. താങ്ക് യു ജീസസ്. ഈ ശ്രേയ എന്ന് പറയുന്ന ഒരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഇന്നൊരു കുടുംബത്തെ തൊടുക. ശ്രേയ എന്ന ശ്രേയയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയും കുടുംബം ഏതാണോ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരു നിയോഗം ആ വ്യക്തികളെ പറഞ്ഞു. ശ്രേയ എന്ന് പറഞ്ഞ പേര് പറയുന്നുണ്ട്. ശ്രേയ ആരാ? ഹലോ ബ്രദറെ. ശ്രേയ എന്ന് പറയുന്നത് എന്റെ മകന്റെ മകളാണ്. അത് UK-ലാണ്. ബ്രദറിന്റെ അടുത്ത് വരുന്ന വ്യക്തിയാണ്. എന്റെ അടുത്ത് വരുന്ന വ്യക്തിയാണോ? കഴിഞ്ഞ മീറ്റിംഗിൽ വന്നതാണ് അവര് കുടുംബമായിട്ട്. ശ്രേയ കുടുംബവും. ശ്രേയ മോളാ, പിന്നെ മോനും കുടുംബവും. മോനും കുടുംബം വന്നേക്കാം. എന്നോട് ആ പേര് വല്ലതും മോളുടെ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ അവര്? ഇല്ല. മോള് ഒരു കൊച്ചു മോനും ഉണ്ട്. മോനും വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ബ്രദർ പ്രാർത്ഥിച്ചാണ്. മോള് മൂത്തതാണ്. മോളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല അവര്? ശ്രേയ. ഇല്ല. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി സ്വീകരിച്ചു യേശുവിന്റെ നാമത്തിൽ. എന്റെ മോളും ശ്രേയാണ്, UK-ലാണ്. രണ്ടുപേരും UK-ലുള്ളവരാ? ഓ ജീസസ്. ഈ പറഞ്ഞ ശ്രേയയുമായിട്ട് ബന്ധപ്പെട്ട് ഏപ്രിൽ മാസവുമായിട്ട് ബന്ധമുള്ള കുടുംബം ഏതാണോ, യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഏപ്രിൽ മാസവുമായിട്ട് ബന്ധമുള്ള വ്യക്തിയുള്ള കുടുംബം ഏതാണ്? ബാക്കി എല്ലാവരും ഒന്ന് മയക്കി മ്യൂട്ട് ചെയ്തേ.
ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, പറഞ്ഞു പറഞ്ഞു. ശ്രേയ എന്ന് പറയുന്നത് എന്റെ അനിയന്റെ മോളാണ്. ആ കുഞ്ഞ് ജനിച്ചത് ഏപ്രിലാണ്. ഏപ്രിൽ മാസം ജനിച്ചതാ. അതെ അതെ അതെ. ഓ ജീസസ്, ഇന്ന മോളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന് വേണ്ടി അത് ഏറ്റെടുത്ത് വലിയൊരു നിയോഗം തമ്പുരാൻ തരും. ആ കുടുംബത്തിലെ നഷ്ടങ്ങളെ ലാഭമാക്കുവാൻ, തകർച്ചയിൽ നിന്ന് അവരെ പിടിച്ചുയർത്തുവാൻ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന ഉപയോഗിക്കാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്നത് ഒരു താക്കോൽ കൂട്ടവാ കാണിക്കുന്നു. താക്കോൽ കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കീയുള്ള, 3 അല്ല 2 കീയ കാണുന്നത്. ഇപ്പൊ ഒരു കീ അതിൻ്റെ അകത്തുനിന്ന് മാറ്റിയതാണ്. 2 കീയുള്ള ഒരു വീട്. എന്നാൽ ആ വീട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയി, നഷ്ടപ്പെട്ടു പോയി. ആ വീട് നിങ്ങളിൽ നിന്ന് മാറി അകന്നുപോയി. നിങ്ങളിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നത് ആ വീട്ടിലല്ല. ഞാൻ ആ വീടിന്റെ ഒരു അടയാളം കാണിക്കുന്നത് ഒരു ഷീറ്റ്, ഏതോ അതിന്റെ ഒരു ഫ്രണ്ട് വശത്ത് ഒരു ഭാഗത്ത് ഈ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ബാക്കി അതിന്റെ സാധാരണ പോലെയാണ് ഷീറ്റ്. അത് ഞാൻ കാണാൻ പറ്റും. പഴയ ആസ്പെറ്റോസിന്റെ ഒരു ഷീറ്റ് അതിന്റെ ഫ്രണ്ട് വശം കാണാൻ പറ്റും. എന്നാൽ ആ കീ, ഈ 2 കീ ആയിരുന്നു ഇത് കിടന്നിട്ടിരുന്നത്. അതിനകത്ത് ഒരു കീ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഒരു കീ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ പ്രാർത്ഥിച്ചൊക്കെ എൻ്റെ ഉള്ളത്തിൽ കാണിച്ചപ്പോൾ 2 കീയെ കാണിക്കുന്നുള്ളൂ. എന്നാൽ ഇപ്പം നിങ്ങളുടെ ആ വീട്ടിലല്ല താമസിക്കുന്നത്. പക്ഷെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ആ വീടിൻ്റെ അകത്തു വെച്ച് തുടങ്ങിയ ഒരു പ്രശ്നം നിങ്ങളെ പുറകെ കൂടി ഇന്നും വേട്ടയാടുന്നത് പോലെ ചില അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തി. ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ താക്കോൽ കൂട്ടം പലപ്പോഴും ആ ഭവനം തുറക്കുന്നതും ഇടുന്നതുമൊക്കെ ആ കീ കൊണ്ട്. പക്ഷെ ഇപ്പോൾ ആ ക്രയവിക്രയം നടക്കുന്നില്ല. ആ കീ ഉപയോഗിക്കുന്നില്ല തുറക്കാനോ. ഇപ്പൊ നിങ്ങളുടെ കൈവശം ആ ഭവനവുമായിട്ടുള്ള കണക്ഷൻ കാണുന്നില്ല. ഇന്ന് ആ വ്യക്തി യേശുവിന്റെ നാമത്തിൽ ഏതാണോ ഇന്ന് അന്ന് കൂടിയത് ഇന്ന് അവസാനിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ കർത്താവേ, ഇന്ന് ആ ഭവനത്തെ അങ്ങ് തൊടുന്നല്ലപ്പ. തുടങ്ങിയത് എവിടെയാണോ ഇന്ന് അതിനെ അവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്ത് ആ ഭവനത്തിന്റെ സമയത്ത് കയറിക്കൂടിയത് ജീസസ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. ആ ഭവനം ഏതാണോ, ആ വ്യക്തി ഏതാണോ, പറഞ്ഞോ. ബ്രദറെ, ഞാന് വാടകയ്ക്ക് താമസിച്ച അങ്ങനത്തെ ഒരു വീട്ടിലാണ്. 2 കീഴുള്ളതിനും അപ്പൊ ഞങ്ങളിപ്പോ അടുത്തായിട്ട് വേറൊരു വീട്ടിലേക്ക് താമസം മാറിയതാണ്. ഈ വീടിന്റെ മുമ്പിൽ സിസ്റ്ററെ ഞാനിങ്ങനെ ഒരു വാഴയൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ് കാണുന്നത്. വീടിന്റെ മുമ്പ് വശത്ത് തന്നെ വീടിന്റെ മുൻപിൽ പറമ്പിലാണ്. ആ പറമ്പിലല്ല, വേറൊരു പറമ്പിലുള്ളത്. അവരുടെ അല്ല, ഫ്രണ്ട് വശത്ത് തന്നെ കാണുന്നത്. ബ്രദറെ, ഞാൻ താമസിച്ച ബ്രദർ പറഞ്ഞ പോലെ ഒരു വീട്ടിലാണ്. 3 താക്കോൽ ഉണ്ടായിരുന്നത് 1 മാറ്റി. ഫ്രണ്ടിൽ മൊത്തം വാഴയാണ്. ഈ വീട് തന്നെ ഇപ്പൊ പറഞ്ഞല്ലേ? അതായത് ഒരു 3 കീ ഉണ്ടായിരുന്നതിൽ 1 കീ എടുത്ത് മാറ്റി. ഇപ്പൊ 2 കീ ഉള്ളായിരുന്നതിന്. അതാ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചപ്പോ കണ്ടത്. 3 കീ എന്നെ കാണിച്ചു, പക്ഷെ അതിൽ നിന്ന് 1 എടുത്ത് മാറ്റി. ഇത് എത്ര നാൾ മുമ്പ് നടന്ന? 10 വർഷത്തിന് കണ്ടോ? ഒരു 2012-13 കണ്ടോ? 2012 ഞാനിപ്പോ നിൽക്കുക. ഞാൻ ആ ഭാഗത്ത് കാണുന്ന ഇത് ഊരിയ സമയത്ത് വന്ന് നിൽക്കുക. ഈ ടൈമിൽ നിങ്ങളുടെ കൂടെ കൂടി ഒരു പ്രശ്നം. അതെന്നാ ചെയ്തെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് സ്വസ്ഥതയെ പോലും കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ, എവിടെ തൊട്ടാലും നമുക്ക് ഉയരാൻ കഴിയാത്ത രീതിയിൽ, എവിടെ ചെന്നാലും നമുക്കൊരു മുന്നോട്ട് ഒന്ന് കയറാൻ കഴിയാതെ വണ്ണം കയറിക്കൂടിയത് ഇന്ന് കർത്താവ് മാറ്റുക. ഓ ജീസസ്, യേശുവിന്റെ നാമം. ഇപ്പൊ സിസ്റ്റർ അവിടെയാണോ? ഇപ്പൊ അവിടുന്ന് മാറി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ 2014 മാറി. ഈ സംഭവം നടക്കുന്നത് 2010 2011-12 മുതൽ ഒരു 2 വർഷത്തോളം 2-2.5 വർഷത്തോളം ഞങ്ങൾ അവിടെ താമസിച്ചു. ഓ ജീസസ്, അവിടുന്ന് കയറി കൂടിയത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഇതിനെ വെട്ടിമാറ്റുന്നപ്പ. ജീസസ് ക്രൈസ്റ്റ്, ഓ ഹോളി സ്പിരിറ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആ കുടുംബത്തിന്റെ മേൽ നാളുകളായിട്ട് അവരുടെ ജീവിതത്തിന്റെ അകത്ത് ഉയരാൻ കഴിയാതെ അവരെ പിടിച്ച് താഴേക്ക് ഇരുത്താൻ നോക്കുന്നതിനെ ആത്മാവിൽ വെട്ടിവിടുന്നപ്പ. ഓ
വലിയൊരു ബ്രേക്ക് ത്രൂ സിസ്റ്റർ ഉണ്ടാകാൻ വേണ്ടി പോകട്ടെ. ഭയങ്കരമായ ഒരു മാറ്റം കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ കാണാൻ പോകും. ഭയങ്കരമായ ഒരു അന്തരീക്ഷം തുറക്കുക. ഓ യേശുവേ, നഷ്ടങ്ങളിൽ നിന്നും തമ്പുരാൻ നിങ്ങളെ യേശുവിന്റെ നാമത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. കർത്താവ് എന്ന അധികാരത്തെ ഞാൻ ഉപയോഗിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ദുഷ്ടപിശാചിന്റെ പ്ലാനുകളെ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. സിസ്റ്റർ, ഞാൻ ഈ പറയുന്ന പേരെന്ന് കുറിച്ച് വെച്ചോണേ. വീണ എന്ന് പറയുന്ന ഒരു പേര് കുറിച്ച് വെച്ചോണേ. ഈ പേരെന്ന് കുറിച്ച് വെച്ചോണേ. കർത്താവ് ഒരു കണക്ഷൻ തരാൻ വേണ്ടി പോവാ. ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാനിന്ന് ബ്ലസ് ചെയ്യുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച സമയം നമ്മുടെ മുമ്പിൽ പറക്കുവാണ്. ഈ സമയത്ത് രോഗികളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് രോഗത്തോട് പറ, യേശുവിന്റെ ക്രൂശിൽ ഞാൻ ക്രൂശ് എടുത്ത് അനുഗമിക്കാൻ വേണ്ടി പോവാ. രോഗത്തിന്റെ ശക്തി തകരുക. ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുക. ഞാൻ ഭവനം കാണുമ്പോൾ ആ ഭവനത്തിന്റെ ഒരു കോർണറിലായിട്ടുള്ള ഒരു മുറിയിൽ മുകളിലോട്ട് നോക്കിയാൽ ഒരു പ്രകാശം, അതായത് ജനല് തുറക്കാതെ നമ്മുടെ റൂഫിലോട്ട് നോക്കുമ്പോൾ വെളിച്ചം അകത്തോട്ട് കിടക്കുന്ന രീതിയിലൊരു മുറി. ആ മുറിയിൽ ഈ കട്ടിലിങ്ങനെ നമ്മൾ കട്ടിൽ നിലത്തിട്ടേക്കുമല്ല, കട്ടിലിങ്ങനെ പിടത്തി വെച്ചിരിക്കുക. കട്ടിലാണോ തടി കൊണ്ടുള്ള കട്ടിലിന്റെ ഷേപ്പുള്ള ഒരു സംഭവം, അതിങ്ങനെ നേരെ വെച്ചിരിക്കുക. നേരെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ പ്ലാസ്റ്റിക്കിന്റെ കൂടിൻ്റെ അകത്ത് തുണി തിരികിയിട്ട് നിറച്ചിട്ട് അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഈ കട്ടിൽ പോലെ ഞാൻ കാണുന്ന കട്ടിലെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കത് അവ്യക്തമായിട്ട് അവിടെ നിൽക്കുന്നത്. ആ ഒരു മുറി ഒരു വീടിന്റെ ഭവനം കാണിക്കുക, ഒരു അടയാളമാണ് കാണിക്കുന്നത്. ഞാൻ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ഒരു ഭവനത്തെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ചുവന്ന തരത്തിൽ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു സഹോദരി അവിടെ ഇരുന്നുകൊണ്ട് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കും. ഈ മുറി എന്നെ സ്പെസിഫിക് ആയിട്ട് കാണിക്കുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്ത് എൻ്റെ ഉള്ളത്തിൽ തമ്പുരാൻ പറയുന്നു, ആ കുടുംബത്തിൻ്റെ അകത്ത് 2 പേരെ യേശു തൊടും. അവരാള് മാറിയവരെ പോലെ ആകാൻ വേണ്ടി പോവാം. ഈ അടയാളം ഞാനിത് കാണുന്ന ടൈമിൽ ഈ ചുവന്ന വസ്ത്രം ധരിച്ചിരിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം, ഈ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോള് വന്ന് അവിടുന്ന് എണീറ്റ് പോയുന്ന ഒരു കാഴ്ചയും കർത്താവ് എന്നെ കാണിക്കുക. ഈ വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്തു. ഇതൊരടയാളമാണ്. എന്നുള്ള തമ്പുരാൻ പറയുന്നു, ആ കുടുംബത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ പിന്നെയും പ്രാർത്ഥിച്ചോണം. കർത്താവിൻ്റെ സന്ദർശന സമയം എത്തിയിരിക്കുന്നു. ഓ യേശുവേ, ആ വ്യക്തി ഇന്ന് എവിടെ നിന്നാണോ ഇത് കേൾക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആ ദൈവപ്രവർത്തിക്ക് വേണ്ടി ഒരുക്കത്തിന് വേണ്ടിയുള്ള ഒരു അഭിഷേകത്തെ പ്രാപിച്ച്, ഓ ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. കർത്താവിന്റെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. ആലോചന ഇടപെടുന്നവർ മാത്രം മൈക്ക് മ്യൂട്ട് മാറ്റിയാട്ടെ. ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ആ ബാനത്തെ തൊടുന്നല്ലോ അപ്പ. അങ്ങ് അവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുന്നല്ലോ അപ്പ. അങ്ങ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏറ്റെടുത്തോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. നന്ദി യേശു. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, നമ്മുടെ വീടിന്റെ ഇവിടെ മേളില് ഇങ്ങനെ റൂഫിന്റെ ഇവിടെ ആയിട്ട് ഒരു ഗ്ലാസ് കൂടെ ഇങ്ങനെ വെട്ടം വീട്ടിലേക്ക് വീഴുന്നേ. ലേറ്റ് വരുന്നോ, ലേറ്റ് ഇട്ടതുപോലെ വെട്ടം വീട്ടിനകത്തേക്കാ ബ്രദറെ വരുന്നേ. ഈ പറഞ്ഞ പോലെ സിസ്റ്റർ അടയാളങ്ങളെല്ലാം കണ്ടായിരുന്നു. സിസ്റ്റർ പ്രാർത്ഥിച്ചായിരുന്നോ? ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കും ബ്രദറെ. ഞാൻ കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് കോള് വന്ന് സിസ്റ്റർ നോക്കിയാൽ ഓർമ്മയുണ്ടോ ആ സമയം? ഞാൻ പോയില്ലായിരുന്നു ബ്രദറെ. ഹസ്ബൻഡ് ഇവിടെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ കോള് വന്നിട്ട് ഹസ്ബൻഡ് അങ്ങോട്ട് പോയായിരുന്നു. ഈ സ്ട്രെസ്സിന്റെ ആരും ശ്രദ്ധിച്ചായിരുന്നോ? കളറിന്റെ ആരും ശ്രദ്ധിച്ചായിരുന്നോ? ചുമന്ന ഡ്രസ് അല്ല. എന്നാണ് സംഭവിച്ചത്? ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ ചുമന്ന ഡ്രസ് ഇട്ട് ഞാനിങ്ങനെ കട്ടിലിരുന്ന് കരയുമായിരുന്നു, കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ കണ്ട കാഴ്ച, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വെട്ടമുള്ള ഈ മുറി, അതായത് അടയാളമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഈ കുടുംബത്തിന്റെ മേൽ 2 വ്യക്തികളെ യേശു തൊടുവാന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ അടയാളങ്ങളെല്ലാം ചോദിച്ചത്. അപ്പൊ ആ കുടുംബത്തിൽ ആർക്ക് വേണ്ടിയാണോ സിസ്റ്ററെ ഈ ദിവസങ്ങളിൽ ഇടിവിൽ നിൽക്കുന്നത്, ആ വ്യക്തികളെ യേശു തൊടാൻ വേണ്ടി പോകട്ടോ.
ആയി ബ്രദറെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്ന് വെളിപ്പെടും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിന്ദകളെ ദൈവം എടുത്തു മാറ്റും. അങ്ങനെ ഇതിനകത്ത് തുണി ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ബ്രദർ പറഞ്ഞാലോ, ഒരു ഇതിനകത്ത് തുണി നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ തുണി നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് എത്രത്തോളം ആ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ കാണുന്ന ഒരു യേശു ഉണ്ടെന്ന് നമ്മൾ അറിയണം പ്രിയരെ. നമ്മുടെ വേദനകളെ അറിയുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് നമ്മൾ അറിയണം പ്രിയരെ. ദൈവം തന്റെ പ്രവചനാത്മാവിലൂടെ നമ്മളെ ഉറപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ ഞാനിപ്പോഴും പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ബ്രദർ. ഓ യേശുവേ, എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണേ ദൈവമേ, എന്നോടൊന്ന് സംസാരിക്കണേ. ഞാൻ എപ്പോഴും പറയത്തില്ല, ഞാൻ തമ്പുരാൻ എപ്പോഴും നമ്മളെ അറിയുന്നു സിസ്റ്ററെ. കർത്താവ് എപ്പോഴും ഓർത്തോണം, നമ്മൾ ദൈവ കർത്താവ് തന്റെ കൃപാവര ശുശ്രൂഷയിലൂടെ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മോട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞ പ്രവചനത്തെ തുച്ഛീകരിക്കരുത് ആരും. ഓ ജീസസ്, ആലോചിക്കും എത്രത്തോളം നമുക്ക് ദൈവം ഉറപ്പ് തരുമോ അല്ലെ. ദൈവം എത്രത്തോളം തന്റെ ആലോചനയിലൂടെ നമ്മുടെ വീടിന്റെ അകത്ത് അന്തരീക്ഷം, പുറത്തുനിന്ന് ഒരാൾക്ക് കയറി വന്ന് സിസ്റ്ററെ ആ മുറിക്കകത്ത് കയറി തപ്പാൻ പറ്റുമോ? ഞങ്ങൾക്ക് ആർക്കെങ്കിലും കയറി വന്ന് ഈ പറയുന്ന പോലെ അടയാളങ്ങളുണ്ടോ, ഇട്ടിരിക്കുന്ന വസ്ത്രം ഏതാന്ന്, നിറം ഏതാന്ന് പോലും നമുക്ക് അന്വേഷിക്കാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷേ നമ്മുടെ അവസ്ഥകളെ ഒരു ക്യാമറ വെച്ച് കാണുന്നത് പോലെ കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ നമ്മളെ നോക്കുന്നു, അവൻ നമ്മളെ കാണുന്നു. അതുകൊണ്ട് പ്രിയരെ, ഈ ദിവസങ്ങളിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ഓ യേശുവേ, ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വെച്ച്, രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, എന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് ഉറക്കെ പറ, യേശുവിൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു. ഈ സമയത്ത് ശരീരത്തിൻ്റെ അകത്ത് വേദന അനുഭവിക്കുന്നവരുണ്ടോ? ശരീരത്തിൻ്റെ മേൽ വേദനകളാൽ, മുഴകളാൽ ഭാരപ്പെടുന്നവരുണ്ടോ? രോഗത്താൽ, ഷുഗറോ പ്രഷറോ ഏത് രോഗമായിക്കോട്ടെ, ഇതിനാൽ ഭാരപ്പെടുന്നവർ, വേദന അനുഭവിക്കുന്നവരുണ്ടോ? ഓ യേശുവേ, ഇന്ന് കൃപ വ്യാപരിക്കാൻ വേണ്ടി പോവാ. ഞാനിപ്പോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഈ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത്രയും ആൾക്കാരുണ്ടല്ലോ, യൂട്യൂബിലും ഫേസ്ബുക്കിലും സൂമിലും ഒക്കെ കാണുന്നവരെ, ഈ വേദനയാൽ ഭാരപ്പെടുന്നവർ, യേശുവിന് ക്രൂശിൽ വിശ്വസിക്കുന്നവരാണ്, തമ്പുരാന്റെ മുറിവിനാൽ സൗഖ്യം വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ. നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ കേൾക്കുന്നവരെ സ്വന്തം കൈയെടുത്ത് സ്വന്തം ശരീരത്തിന്റെ മേൽ, ആ വേദനയുള്ള ഭാഗത്ത് വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ വെക്കുക. ആ മുഴകളുടെ മേൽ കൈയെടുത്തു വെക്കുക, ആ നീരുകളുടെ മേൽ കൈയെടുത്തു വെക്കുക, ആ ക്യാൻസറിന്റെ മേൽ കൈയെടുത്തു വെക്കുക, ആ രോഗശക്തിയുടെ മേൽ കൈയെടുത്തു വെക്കുക. രക്തത്തിന്റെ മേൽ ഇന്ന് അത്ഭുതം നടക്കും യേശുവിന്റെ നാമത്തിൽ. എന്റെ കൂടെ പറഞ്ഞ്, യേശുവിന്റെ രോഗത്തെ വഹിച്ചു, യേശുവിന്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുതങ്ങളുടെ ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, എന്റെ കർത്താവേ, എന്റെ യേശുവേ, ഇപ്പോൾ തന്നെ അങ്ങയുടെ നാമത്തിന്റെ ശക്തി ആ വ്യക്തികളുടെ ശരീരത്തിന്റെ മേൽ, ഓ ദൈവരാജ്യത്തിന്റെ ശക്തി, ദൈവരാജ്യം പ്രസംഗിപ്പാൻ രോഗികൾ സൗഖ്യമാകും, മുടന്തൻ തുള്ളും, കാലുകളുടെ മേൽ ബലം വ്യാപരിക്കും, ഓടി നടന്ന് യേശുവിനെ പറയും. യേശുവിനെ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച വരും. കണ്ണാടിയൊക്കെ മാറ്റിക്കേ. ആ കണ്ണാടി ഇല്ലാതെ ഞാൻ വായിക്കും, കണ്ണാടി ഇല്ലാതെ ഞാൻ കാണും. ഞാൻ എൻ്റെ ചെവി തുറന്നു വരിക. ശരീരത്തിന്റെ അസ്ഥികളുടെ മേൽ ജീവൻ വ്യാപരിക്കുക, ദ്രവിച്ച അവസ്ഥകൾ ജീവൻ വ്യാപരിക്കുക, പുഷ്ടി പ്രാപിക്കാൻ വേണ്ടി പോവുക. ഓ ശരീരത്തെ കാർന്നു തരുന്ന രോഗബന്ധനങ്ങൾ, രോഗശക്തികൾ, രോഗത്തിന്റെ ദുരാത്മകൾ കൽപ്പിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ ചവിട്ടുക. അതിനെ ചവിട്ടി മാറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരികയില്ല. കൈവച്ച് അല്പനേരം ഒന്ന് അന്യഭാഷ പറയാം. അന്യഭാഷ വരം ലഭിച്ചവരൊന്ന് പ്രാർത്ഥിച്ച് ഒരു ആത്മമണ്ഡലം തുറക്കട്ടെ, ആ കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവെ ഞങ്ങളെ കൊണ്ടുപോകണമേ. ഓ ജീസസ് റാഷൻ തേരിയ റാമസിയാൻ തേരിയ. അന്യഭാഷയിൽ എന്ന് പ്രാർത്ഥി. രോഗികൾ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ. ഓ ശാന്തന റീകാമന, യേശുവിന്റെ വികാരമുള്ള നാമത്തിൽ. ഓ റൽഖേനിയ റാൻതേരിയ. ആധിപത്യം, സ്വർഗത്തിന്റെ ആധിപത്യം. In the name of Jesus. Healing in the name of Jesus. Healing in the name of Jesus. Thank you, Holy Spirit. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ വിട്ടുമാറുന്നു, ഞെരുക്കങ്ങൾ വിട്ട്, കടഭാരത്തിന്റെ കുരുക്കുകൾ, സാമ്പത്തിക കുരുക്കുകൾ അഴിയ യേശുവിന്റെ നാമത്തിൽ. എടുക്കും തോറും വർദ്ധിക്കും. വായ്പ മേടിക്കത്തില്ല.
വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹീലിംഗ് അനോയിന്റിംഗ് ഈസ് മൂവിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ലോർഡ് ജീസസ്. താങ്ക് യു ജീസസ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഒന്ന് ചെക്ക് ചെയ്തേ. ആ വേദന കൊണ്ട് പ്രാർത്ഥിച്ചവര്, ശരീരത്തിന്റെ അകത്ത് ബുദ്ധിമുട്ടിൽ പ്രാർത്ഥിച്ചവര് വേഗത്തിൽ ചെക്ക് ചെയ്ത് എന്നിട്ടൊന്ന് നോക്കി എന്താണ് കഴിയുക, തിരിച്ചു മറിച്ചു വെക്കുകയാണ് ചെക്ക് ചെയ്ത്. യേശു അവിടെ അത്ഭുതം ചെയ്തിരിക്കുന്നു. നമുക്കിപ്പോ സാക്ഷ്യങ്ങളും ദൈവിക ആലോചന ഇടപെട്ടവർക്കും വേണ്ടിയുള്ള സമയമാണ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പൂർണ്ണ സൗഖ്യം എൻ്റെ ശരീരത്തിൽ ഉണ്ടായി, ആശ്വാസമല്ല അത്ഭുതം, പൂർണ്ണ വിടുതൽ എൻ്റെ ബോഡിയിലുണ്ട് എന്ന് പറഞ്ഞത് ചെക്ക് ചെയ്തേ. അവർക്ക് നമുക്ക് ദൈവിക ആലോചന ഇടപെട്ട് ഒരേ സാക്ഷ്യം ഒരേപോലെ വന്നവരും ഏറ്റുപറയേണ്ട ഒരാൾ ഇത് പറഞ്ഞാൽ മതി. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. എന്റെ യേശുവെ സമൃദ്ധിക്കാട്ട് നന്ദി. ഞങ്ങളുടെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. വാരി വിതറി കൊടുക്കാനുള്ള സമൃദ്ധിക്ക് നന്ദിയപ്പ. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനമുണ്ടാകട്ടെ, വർധനമുണ്ടാകട്ടെ. എല്ലാ നന്മകളാൽ നിറഞ്ഞു വരട്ടെ. എല്ലാ സോഴ്സുകളെയും തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാ മേഖലയും ഞങ്ങൾ കൽപ്പിക്കുന്നപ്പ. എല്ലാ സാമ്പത്തിക കുരുക്കുകളും അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. ഇന്നലെ ഈ രോഗസൗഖ്യത്തിന്റെ സമയത്ത് വേദന പറഞ്ഞു. എനിക്ക് എന്റെ മോണയ്ക്ക് വേദന ഉണ്ടായിരുന്നു, താടയെല്ലിന്റെ അവിടെ, പല്ലിന്റെ അവിടെ. ഇന്നലെ കുറച്ച് ആശ്വാസം കിട്ടി. പക്ഷെ ഇന്നായപ്പോഴത്തേനും എനിക്ക് പൂർണ്ണ സൗഖ്യം വന്നു. ഓ യേശുവേ, അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. ആ വേദന ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി. നന്ദി യേശു. തൊട്ട കൃപയ്ക്ക് നന്ദി. ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു, താങ്ക് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും? എന്റെ ഒരു സഹോദരി 5 ദിവസമായി ഉറങ്ങിയിട്ട് 5 ദിവസമായി. എന്നിട്ട് 6ാമത്തെ ദിവസം ക്ലിയർ അല്ല, നെറ്റ്വർക്ക് കട്ടാകുന്നുണ്ടല്ലോ. ബൈബിളൊക്കെ ക്ലിയർ ആയില്ല. അത് സ്ഥാനപ്പെട്ട ആളാണ് വേണ്ടതെന്നൊരു പിടിക്കും. അതെ, സ്ഥാനപ്പെട്ട വ്യക്തിയാണ് എന്റെ സഹോദരി. ഉറക്കം പറ്റുന്നില്ല. ഹലോ, എന്റെ സഹോദരി സ്ഥാനപ്പെട്ടതാണ്. പക്ഷെ 5 ദിവസം കഴിഞ്ഞ് ഉറങ്ങിയിട്ട് ഉറക്കം വരുന്ന രാവും പകലും ഉറക്കം പറ്റുന്നില്ല. അതിനെന്താ ഒരു പ്രതിവിധി എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ കൽപ്പിക്കുന്നപ്പോ കർത്താവ് മകളുടെ മേൽ, ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളെയും എല്ലാ ബുദ്ധിമുട്ടിനെയും കൽപ്പിക്കുന്നു. സുഖമായി ഉറങ്ങട്ടെ, സുഖമായി ഉറങ്ങട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിറയട്ടെ. ഇന്ന് വിടുതലാണ്. അപ്പൊ യേശുവിന്റെ നാമത്തിൽ ആ ഉറക്കത്തെ കെടുത്തുന്ന സകല ദുഷ്ടപിശാചിന്റെ പ്രവൃത്തികളെ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇന്ന് ഉറങ്ങിക്കോളും കേട്ടോ. ഹലോ ബ്രദർ, പറഞ്ഞു. എനിക്ക് ശരീരത്തിൽ അലർജി ഉള്ള ആളാണ് ബ്രദറെ. ചൊവ്വാഴ്ച ഞാൻ ആയുർവേദത്തിന്റെ ഒരു പൊടി അലർജി ഇല്ലാന്ന് പറഞ്ഞ ഒരു ചേച്ചി തന്ന് ഞാൻ തലയിൽ അത് ഉപയോഗിച്ചായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഉപയോഗിച്ചത്. ഇന്നലെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് എന്റെ മുഖത്ത് നിറയെ നീര് കയറി, തലയെല്ലാം ഭയങ്കര ചൊറിച്ചിലായിരുന്നു ബ്രദറെ. തലയെല്ലാം ചൊറിഞ്ഞ് അടന്ന് വന്നോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഉടനെ സ്മിത സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ച്, സിസ്റ്റർ വെള്ളം ജപിച്ച് പ്രാർത്ഥിച്ച് തന്നു ബ്രദറെ. അതിന് ശേഷം പറഞ്ഞു. ബാക്കി എല്ലാരും മയക്കി വേണ്ടിയാണേ. സിസ്റ്റർ കട്ടായി പോയല്ലോ. കട്ടായി പോയായിരുന്നു ബ്രദറെ. അങ്ങനെ സ്മിത സിസ്റ്റർ വെള്ളം പ്രാർത്ഥിച്ച് തന്നു ബ്രദറെ. അത് കുടിച്ചതിന് ശേഷം തലയിലെ ചൊറിച്ചിലും മാറി. ഇന്നലത്തെ രാത്രിത്തെ പ്രാർത്ഥനയിൽ ഞാൻ നല്ലതുപോലെ രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സുഖമായിട്ട് ഉറങ്ങി. പക്ഷെ ഇന്ന് രാവിലെ നല്ല നീരായിരുന്നു ബ്രദറെ മുഖത്ത്. ഇന്ന് രാവിലെ സിസ്റ്റർ വീണ്ടും എനിക്ക് വെള്ളം 2 പ്രാവശ്യം പ്രാർത്ഥിച്ച് തന്നു. ആ നീര് നല്ല രീതിയിൽ കുറഞ്ഞു. പക്ഷെ നാളെ ജോലിക്ക് പോകണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കുറയാനുണ്ട് ബ്രദറെ. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു, പൂർണ്ണ സൗഖ്യമാണ് എന്റെ അവകാശം, പൂർണ്ണ സൗഖ്യമാണ് എന്റെ യേശു എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പം ഈ ആശ്വാസം ദൈവം തന്നതാണ്. പക്ഷെ ഇതിൽ ഞാൻ തൃപ്തനല്ല. എന്റെ വിടുതൽ പൂർണ്ണമാണ്. അങ്ങനെ തന്നെ കൽപ്പിച്ചോണം കേട്ടോ. അത്ഭുതകരമായ വിടുതൽ
കർത്താവ് ആമേൻ ചെയ്തിരിക്കുന്നത്. ആമേൻ ഗോഡ് ബ്ലസ് ആമേൻ യു, ഗോഡ് ബ്ലസ് യു. ഹലോ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, എന്റെ തൈറോയിഡിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഉം, അപ്പൊ നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ വിട്ടിരുന്നു. അപ്പൊ 5-6 ദിവസം കഴിഞ്ഞപ്പോ റിപ്പോർട്ട് വന്നു. ഉം, അതിന് പ്രശ്നമുള്ള മുഴയല്ല. ഉം. അന്ന് റിപ്പോർട്ട് വന്നു. അതിന് ദൈവത്തിന് നന്ദി ഞാൻ ഗോഡ് സാക്ഷ്യപ്പെടുത്തുന്നു. ബ്ലസ് യു സിസ്റ്റർ. എങ്കിലും നമുക്ക് മുഴ വേണ്ട, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞോണം. ആ മുഴ കുഴപ്പമുള്ളതാണെങ്കിലും അല്ലെങ്കിൽ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞോണം. കർത്താവ് അത്ഭുതമാക്കി തന്നെ മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ ആമേൻ. ഹലോ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, ഇന്നലെ എൻ്റെ സഹോദരന് ഐസിയിലായിരുന്നു. കിഡ്നി, കരള്, ഹാർട്ട്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിട്ട് ഡോക്ടർ പറഞ്ഞു 25% ഉള്ളു എന്നും പറഞ്ഞ് ഐസിയിലാക്കിയായിരുന്നു. ഉം, അപ്പൊ ഞാൻ സ്മിത സിസ്റ്ററിനെയും വർഗീസ് ബ്രദറിനെയും വിളിച്ചു പ്രാർത്ഥിച്ചു. ഉം. ഇന്നലെ രാത്രി തന്നെ റൂമിലേക്ക് മാറ്റി. നാളെ ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എത്ര ശതമാനം സിസ്റ്റർ ഡോക്ടർ പറഞ്ഞായിരുന്നത്? ഡോക്ടർ പറഞ്ഞു 25% സാധ്യതയുള്ളെന്നൊക്കെ പറഞ്ഞു. ആ സ്ഥാനത്ത് നിന്ന് കർത്താവിന്റെ കൃപ, ആ സ്ഥാനത്ത് നിന്ന് ഇപ്പൊ കർത്താവിന്റെ കൃപയാൽ ഡിസ്ചാർജ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് യേശു എടുത്ത് മാറ്റി അല്ലേ? അത് വലിയൊരു സാക്ഷ്യമാണ്. ഡോക്ടർ പറഞ്ഞു 25% ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ളതിനാൽ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. അവിടെ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യുന്ന രീതിയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ ദൈവം തൊട്ടല്ലോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും കർത്താവ് നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? സാക്ഷി മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ. പറഞ്ഞു. ഇന്ന് ബ്രദർ ആദ്യം പറഞ്ഞാൽ ഒരു സാജന്റെ ഭവനത്തില് മാർച്ച് മാസത്തിൽ ജനിച്ചതെന്ന്. അതിന് എന്തോന്നൊരു ക്ലിയർ ആയിട്ട് ബ്രദർ പറഞ്ഞെന്തോന്ന് ക്ലിയർ ആയില്ലായിരുന്നു. എന്തോന്നൊന്ന് പറയാമോ? ആദ്യം ജനിച്ച ആരായിരുന്നു സിസ്റ്റർ? അതുമായിട്ട് ബന്ധപ്പെട്ട് സാജൻ എന്റെ ഹസ്ബൻഡും മകനുമായിട്ട് ബന്ധപ്പെട്ട് ആലോചനയ്ക്കകത്ത് അതിന്റെ അകത്ത് വെളിപ്പെട്ട ഒരു അടയാളം ഉണ്ടായിരുന്നല്ലോ, ശ്രദ്ധിച്ചായിരുന്നു സിസ്റ്റർ? എന്തോ അതുമായിട്ട് ബന്ധപ്പെട്ടത്? ഇങ്ങനെയാ പറഞ്ഞു, സാജന്റെ ഭവനത്തിൽ മാർച്ച് മാസത്തിൽ ജനിച്ച ഒരാളുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ക്ലിയർ ആയില്ല. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു കാര്യം പറഞ്ഞില്ല, ഒരു പുളിമരം കാണുന്നു പറഞ്ഞില്ലായിരുന്നു? പുളിമരത്തിന്റെ കാര്യം പറഞ്ഞു. ഒരു പുളിമരം നിൽക്കുന്നതായിട്ടൊരു അടയാളമായിട്ടൊരു ഭവനത്തിന്റെ അകത്ത് കാണിച്ചു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ഭവനമാണ്. ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ. അതൊരു അടയാളമായിട്ട് കണ്ടതാണ്. അത് എന്റെ ഭവനമാണ്. സാജൻ എന്റെ ഭർത്താവിന്റെ അനിയനാ. പുളിമരം എന്റെ വീട്ടിലാ. അപ്പൊ ഇത് ബ്രദർ കുറച്ച് നവംബർ മാസത്തിൽ ഇതുപോലെ ആലോചന പറഞ്ഞിരുന്നു. പുളിമരത്തിന്റെ ചോട്ടിൽ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അതെന്റെ ഇളയ മോളാണ്. അവള് മാർച്ച് മാസത്തിലാണ് ജനിച്ചത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആലോചന ക്ലിയർ ആയതുകൊണ്ടോ ഇന്ന് കുടുംബത്തിന് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുക കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പറഞ്ഞു. ബ്രദർ ആദ്യം പറഞ്ഞ ഇങ്ങനെ റോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു തൊണ്ടുണ്ട്. തൊണ്ടിൽ കൂടെ നേരത്തെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ വഴി ഇപ്പം കോൺക്രീറ്റ് ഇട്ടതാണെന്ന് പറഞ്ഞ് അത് ആ വഴിയെ വരുന്ന് കേറുമ്പോ ആ വഴിന്ന് കേറുന്നത് ഇടത്തേക്ക് തിരിഞ്ഞ് എന്റെ വീട്ടിലേക്കാ കേറണത്. വീട്ടിലാണ് വെളിപ്പെട്ടത്. മകളുണ്ട്, പക്ഷെ ഇപ്പൊ മകള് വീട്ടിലില്ല. എങ്കിലും ഇന്നാള് ഒരു ദിവസം ബ്രദർ ഇങ്ങനെ ആ മകളെ ദൈവാലോചന പറഞ്ഞായിരുന്നു. ഇങ്ങനെ പാമ്പ് തല പൊക്കി നിൽക്കുന്നത് പോലെ ഒരു സംഭവം മകളെങ്ങനെ ഉറ്റു നോക്കുന്നുണ്ടെന്ന് ഇന്നാളൊരു ദിവസം ബ്രദർ പറഞ്ഞായിരുന്നു. ഞാൻ ആ തൊണ്ടിന്റെ ഒരു സൈഡ് മാടും ഒരു സൈഡ് കമ്പിവേലി ഇട്ടേക്കണതാ. അപ്പൊ ആ ആലോചന സ്വീകരിക്കുന്ന ബ്രദർ. തീർച്ചയായിട്ടും അതൊരു കാലപ്പഴക്കം ചെന്ന ഒരു ടൈമിന്റെ അകത്തുനിന്ന് കാണിക്കുന്നതാണ്. ആ മകള് ആ ഭവനത്തിലാണോ ഉണ്ടായിരുന്നത്? ആ ഭവനത്തിലുണ്ടായിരുന്നു. ഇപ്പൊ മകള് കെട്ടിച്ച് തിരുവനന്തപുരത്താ താമസിക്കുന്നത്. ജീസസ്. ഇന്ന് ആ ഭവനത്തിലായിരുന്നു മകള് ജനിച്ചത്. വളർന്നതൊക്കെ അവിടെയായിരുന്നു. അവിടെ നിന്നുണ്ടായിരുന്നു കല്യാണമൊക്കെ.
അതെ അതെ ഇന്ന് ആ മകളെ ഇന്ന് അവളുടെ ജീവിതത്തിൽ നിന്ന് ദൂതന്മാർ ആ സർപ്പത്തെ എടുത്ത് മാറ്റുവാന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ മകളുടെ ജീവിതത്തിൽ അതിന്റെ റിസൾട്ടുകൾ വെളിപ്പെടും. ഭയങ്കരമായ വ്യത്യാസം കേട്ടോ. കർത്താവ് അത് ചെയ്യും. ആമേൻ. ഗോഡ് ബ്ലസ് യു. സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമേൻ. സ്തോത്രം. ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവേ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പറഞ്ഞു. ബ്രദറെ എന്തോ ബ്രദറെ ഞാനിപ്പം മോളുടെ കൂടെ ഓസ്ട്രേലിയയിലാണേ. അപ്പൊ ഇവിടെ സമയം രാവിലെ 3:30. അപ്പൊ ചിലപ്പോഴൊക്കെ ഞാൻ യൂട്യൂബിൽ സാക്ഷ്യം പറയുന്നു. നാട്ടിലെ വീടിനകത്ത് ഇന്നലെ രാവിലെ 10 മണിക്ക് തീ പിടിച്ചു എന്റെ വീട്ടിൽ. അന്നേരം ആ ഒരു മുറിയിൽ നിന്ന് തീ വന്ന കണ്ടുകൊണ്ട് ഞങ്ങളുടെ തൊട്ടിപ്പുറത്തെ വീട്ടിലെ മനുഷ്യൻ, ഞങ്ങളുടെ കുടുംബ വീട്, അപ്പൊ ഓടിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ തീ പുക കണ്ടുകൊണ്ട് അയാൾ പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു. പെട്ടെന്ന് ഫയർഫോഴ്സ് ഓടി വന്ന് 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അതിനകത്ത് തീ കെടുത്തിയെങ്കിലും അത്ഭുതകരമെന്ന് പറയാനായിട്ട് വലിയ നാശനഷ്ടം വരാതെ ചെറിയ തോതിലൊക്കെയാണ് അതിനകത്ത് തീ കത്തിയെങ്കിൽ കുറച്ച് ഭാഗങ്ങളിലുള്ള, അതായത് ഈ ഇൻവെർട്ടർ ഓൺ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പൊ ആ ഇൻവെർട്ടർ കത്തി, ആ സ്വിച്ച് ബോർഡിലോട്ട് കത്തി. അങ്ങനെ കുറച്ച് ഭാഗത്തേക്ക് ആ ഒരു ഭാഗത്ത് മാത്രമേ കോൺക്രീറ്റ് ഇട്ടു റൂഫ്, ബാക്കി മുഴുവൻ തടിയുടെ റൂഫാണ് എല്ലായിടത്തും ഉള്ളത്, തടിയുടെ പഴയ പലക. വേറെ എവിടെയെങ്കിലും രാത്രിയിലോ എവിടെയെങ്കിലും ആയിരുന്നു ഒരു മനുഷ്യരും ഇല്ലാത്തതല്ലേ. രാത്രിയിലെങ്ങാനും കത്തിയിരുന്നെങ്കിൽ ആരും അറിയത്തുമില്ല, അയൽപ്പക്കക്കാർ പോലും കാണുകയില്ല. ആ വീട് മുഴുവൻ കത്തിപ്പോയേനെ. ബാക്കി മുറികളെല്ലാം തടിയാണ് റൂഫ്. പഴയ വീടായിരുന്നു, പഴയ ജനലും വാതിലും ഒക്കെ. അത് ചെന്ന് കണ്ട് എന്റെ കസിൻസ് ഒക്കെ ചെന്നത് പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പൊ ഇവര് ഈ ഫയർഫോഴ്സ് വന്നത് മുഴുവനും ഉടനെ തന്നെ കെടുത്തി. അപ്പൊ തൊട്ടപ്പുറത്തെ അവര് അത് കണ്ടതുകൊണ്ട് അയാൾ വെള്ളം ഒഴിക്കാൻ വീടിന്റെ ചുറ്റും, അവരുടെ ഞങ്ങളുടെ ഒരു 6 മീറ്റർ വ്യത്യാസം കാണത്തുള്ളൂ 2 വീടുകൾ തമ്മിൽ, ആലപ്പുഴയില. അപ്പം അന്നേരം അയാൾ ആ വീട്ടിന്റെ ഉടമസ്ഥൻ വെള്ളം ഒഴിക്കാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ പുക പോലെ കണ്ട. ഉടനെ അയാൾക്ക് മനസ്സിലായി ഉടനെ തന്നെ അങ്ങേരത് ഫയർഫോഴ്സിനെ മക്കളും തലേ ദിവസം, അപ്പം രാവിലെ 10 മണി, തലേ ദിവസം 12 മണിക്ക് അവരുടെ മകൻ ജർമ്മനിയിലായിരുന്നു, ചെറുക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനും ആ വീട്ടിലുണ്ടായിരുന്നുണ്ട്. അവന് പെട്ടെന്ന് മനസ്സിലായി. അവൻ തന്നെ ഉടനെ ഇത് പ്രായമായ മനുഷ്യരെ, അവരുടനെ തന്നെ ആ മകന്റെ സഹായം കൂടെ കിട്ടി. അവൻ ഉടനെ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും പെട്ടെന്ന് വിളിച്ച് ഈ തീ കെടുത്തി. 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് എല്ലാം സാധിച്ചു കിട്ടി. അത് വലിയൊരു തീയിലേക്ക് പോകാതെ വലിയതായിട്ട് അത് കത്തിപ്പോയത്. രാത്രിയായിരുന്നെങ്കിൽ അയൽപ്പക്കക്കാരും ഈ വീടുകളും ഒക്കെ കത്തി നശിച്ചു പോയേനെ. അപ്പുറം ഇപ്പുറമുള്ള മനുഷ്യനൊന്നും, ടൗൺ ആയതുകൊണ്ട് അപ്പുറം ഇപ്പുറം വീടുകളൊക്കെ ഉള്ളത്. അതൊരു വലിയ ദൈവത്തിന്റെ ഒരു വലിയ, കർത്താവിന്റെ ഒരു വലിയ മഹത്വം. ഞങ്ങൾ ഇത്രയും ദൂരെ ഇരിക്കൂലേ. അപ്പൊ എനിക്ക് എല്ലാ ദിവസവും ഈ രാവിലെ വെളുപ്പിന് 2 മണി ആയതുകൊണ്ട് എനിക്ക് നമ്മുടെ പ്രാർത്ഥനയൊക്കെ കുറച്ചാളായിട്ട് എനിക്ക് കൂടാൻ പറ്റുന്നില്ല. ഞാൻ യൂട്യൂബിലാണ് കൂടുന്നത്. ചില ദിവസങ്ങൾ രാവിലെ എണീറ്റ് തീർച്ചയായിട്ടും കർത്താവ് പ്രവർത്തിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. വലിയ കാര്യമാണ്. ദൈവത്തിന്റെ അത്ഭുതത്തിന് നന്ദി പറയുന്നു. ഇനിയും പറഞ്ഞ പോലെ തന്നെ സഹോദരി ഇന്ന് അവിടെ രാവിലെ എണീറ്റിരുന്നുണ്ട്. 3:30 2:30 പ്രാർത്ഥനയ്ക്ക് കയറുന്നത് വലിയ കാര്യമാണ്. കർത്താവ് ഇനിയും, എനിക്കറിയാം ഒത്തിരി ആൾക്കാർ എത്ര സാക്രിഫൈസ് ചെയ്ത് കാണുന്നവരുണ്ട്. എങ്കിലും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥം വരാൻ സമ്മതിക്കത്തില്ല. ദൈവം നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്ന ദൈവമാണ്. ഇനിയും കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളാൽ നിറയ്ക്കുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. സമയം മുന്നോട്ട് പോയതുകൊണ്ട് മറ്റ് സാക്ഷ്യങ്ങൾ ഉള്ളവർ പിറ്റേ ദിവസം നമുക്ക് നാളെ പറയുന്നതാണ്. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കട്ടെ. അപ്പൊ 24 കൊല്ലത്തും 28 കോട്ടയത്തും നമ്മുടെ അന്യഭാഷാ പ്രാർത്ഥനയും കർത്താവിന്റെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു. പ്രാർത്ഥനയോടെ തന്നെ വരിക. ദൈവം നിങ്ങളെ തൊടും. പിന്നീട് കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ട്രിവാൻഡ്രത്തും കണ്ണൂരും മാർച്ച് മാസത്തിൽ നമ്മുടെ വലിയെന്ന് പറഞ്ഞാൽ നേരിൽ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുവാനും കാണുവാനും കർത്താവിന്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ദൈവം എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഒരുക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവത്തിന്റെ തിരുസന്നിധി നമുക്ക് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് മൈക്കുകളൊക്കെ മ്യൂട്ട്